ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ യാത്രയിലേക്ക് വേഗം പ്രവേശിക്കാം. രണ്ടാമത്തെ യാത്രയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത് അപ്പസ്തോല പ്രവർത്തനം 15-ാമത്തെ അധ്യായം 39 മുതൽ 18-ാമത്തെ അധ്യായത്തിൻ്റെ 22 വരെയാണ്. അപ്പസ്തോല പ്രവർത്തനം 15-ാമത്തെ അധ്യായം 39 മുതൽ 18-ന്റെ 22 വരെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അപ്പസ്തോല പ്രവർത്തനം 15, 39 മുതൽ 18-ന്റെ 22 വരെയുള്ള വചനഭാഗത്ത് പൗലോസ്ലീഹ രണ്ടാമത്തെ യാത്ര നടത്തുന്നതിനെ കുറിച്ച് ലൂക്കാസ് സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നു. ആ യാത്രയുടെ മാപ്പാണ് സ്ക്രീനിൽ കാണുന്നത്. എവിടെ നിന്നായിരിക്കും പൗലോസ്ലീഹ ആരംഭിക്കുന്നത്? ആണോ? എവിടെ നിന്നായിരിക്കും? നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു എവിടെ നിന്ന് ആരംഭിക്കുന്നത് എന്ന്. എല്ലാ യാത്രകളും ആരംഭിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നാണ്. അന്ത്യോക്യയിൽ നിന്നാണ്. എല്ലാ യാത്രകളും ആരംഭിക്കുന്നത് അന്ത്യോക്യയിൽ നിന്നാണ്. ഒന്നാമത്തെ യാത്രയും രണ്ടാമത്തെ യാത്രയും മൂന്നാമത്തെ യാത്രയും എല്ലാം ആരംഭിക്കുന്നത് അന്ത്യോക്യയിൽ നിന്നാണ്. പ്രാവശ്യം നിങ്ങൾക്ക് നോക്കാം, കഴിഞ്ഞ പ്രാവശ്യം പോയതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അന്ത്യോക്യയിൽ നിന്നും താഴേക്കായിരുന്നു പോയിരുന്നത്, ഇല്ലേ? ഇപ്രാവശ്യം അവിടെ നിന്ന് മുകൾ ഭാഗത്തേക്കാണ് പോകുന്നത്. തുർക്കിയുടെ ഭാഗത്തുകൂടെ കടന്ന്, ഏഷ്യ മൈനർ കടന്ന്, മാസിഡോണിയ കടന്ന്, ഗ്രീസിന്റെ ഭാഗത്തുകൂടെ താഴേക്ക് ഇറങ്ങി വന്ന് വീണ്ടും തുർക്കിയിൽ പ്രവേശിച്ച് വീണ്ടും അദ്ദേഹം ഈ കടലിലൂടെ യാത്ര ചെയ്ത് കേസറിയായിൽ വന്ന്, കേസറിയായിൽ നിന്ന് ജെറുസലേമിൽ വന്ന് അന്ത്യോക്യയിലേക്ക്, സെലൂക്യയിലേക്ക് പോവുകയാണ്. അതാണ് അതിൻ്റെ യാത്ര. മുകൾ ഭാഗത്തേക്ക് പോയി കറങ്ങി തിരിച്ച് താഴെ വരുന്നു. ഈ യാത്ര എത്ര വർഷം നീണ്ടു നിന്നിട്ടുണ്ട്? AD 50 തുടങ്ങി 52 വരെയുള്ള കാലഘട്ടങ്ങളാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞാൽ പ്രധാനമായിട്ടും യാത്ര ചെയ്ത സ്ഥലങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളാണ്? നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങൾ ധാരാളമുണ്ട് ഇപ്രാവശ്യവും. ഏതൊക്കെയാ? അന്ത്യോക്യ, താർസൂസ്, ദെർബെ, ലിസ്ത്ര, ഇക്കോണിയും, ത്രോവാസ്, ഫിലിപ്പി, തെസലോനിക്ക, ബെറയ, ആഥൻസ്, കോറിന്ത്, എഫേസൂസ്. നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? അന്ത്യോക്യ പരിചയമുണ്ട്, ഇല്ലേ? താർസൂസും പരിചയമുണ്ട്, ദെർബെ പരിചയമുണ്ട്, ലിസ്ത്ര പരിചയമുണ്ട്, ഇക്കോണിയും പരിചയമുണ്ട്, ത്രോവാസും ഫിലിപ്പി കേട്ടിട്ടുണ്ട്, തെസലോനിക്ക കേട്ടിട്ടുണ്ട്, ബെറയ കേട്ടിട്ടില്ല, നമ്മൾ കേൾക്കും. ആഥൻസ് കേട്ടിട്ടുണ്ട്, ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന സ്ഥലമല്ലേ. കോറിന്ത് നമുക്ക് പരിചയമുള്ള സ്ഥലമാണ്. എഫേസോസോ? തീർച്ചയായിട്ടും. ഈ സ്ഥലങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ യാത്രകൾ. ചെറിയ ചെറിയ സ്ഥലങ്ങൾ വേറെയും ഉണ്ട്, എങ്കിലും പരിചയമുള്ള പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ്ലീഹ യാത്ര ചെയ്ത സ്ഥലങ്ങൾ അന്ത്യോക്യ, താർസൂസ്, ദെർബെ, ലിസ്ത്ര, ഇക്കോണിയം, ത്രോവാസ്, ഫിലിപ്പി, തെസലോനിക്ക, ബെറയോ, ആഥൻസ്, കോറിന്ത്, എഫേസൂസ്. പിന്നെ ഉണ്ട് കേട്ടോ. പിന്നെ തിരിച്ചദ്ദേഹം വരുമ്പോഴേക്കും വീണ്ടും ജെറുസലേമിലോട്ടൊക്കെ വരുന്നുണ്ട്, കേസറിയായിൽ. ഇവിടെ എല്ലായിടത്തും സഭാ കൂട്ടായ്മകളുണ്ട്. ഇവിടെ എല്ലായിടത്തും സഭാ കൂട്ടായ്മകളുണ്ട്. പക്ഷെ ഇന്നുണ്ടോ എന്ന് ചോദിച്ചേക്കരുത്. ഇന്നവിടെ ഒന്നും ഒരിടത്തും തന്നെ ഇല്ല എന്നുള്ളതാണ്. 12 സ്ഥലങ്ങൾ. നമുക്കതിൽ കൂടുതൽ പറയാം. കുറച്ചെണ്ണം അങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് സ്ഥലങ്ങൾ ധാരാളമുണ്ട്, വീണ്ടും ഉണ്ട്. പരിചയമുള്ള കുറച്ച് സ്ഥലങ്ങൾ. ഇനി നമുക്ക് യാത്ര ചെയ്താലോ? റെഡിയല്ലേ? നമുക്ക് യാത്ര ചെയ്യാം. അദ്ദേഹം പോകുമ്പോൾ തിമോത്തിയെ കണ്ടുമുട്ടുന്നുണ്ട്. ഓക്കെ, എന്തുവാകട്ടെ. നമുക്ക് പറഞ്ഞത് 15-ാമത്തെ അധ്യായത്തിൻ്റെ 39 തുടങ്ങി. 15-ന്റെ 39 തുടങ്ങി. നമ്മൾ പറഞ്ഞായിരുന്നു ഭിന്നത ഉണ്ടായി, ഇല്ലേ? ഇപ്പൊ ആരെ കൂട്ടിയാ പോകുന്നത്? സീലാസിനെ കൂട്ടി. വേറെ ആര് രണ്ടുപേരോടെയാ വേറൊരു യാത്രയ്ക്ക് പോയത്? ജോൺ മാർക്കും ബാർണബാസും കൂടെ. ഒരു വഴിക്ക് പോയി, ഇവർ വേറൊരു വഴിക്ക് പോയി. ലൂക്കാസ് സുവിശേഷകന് ബുദ്ധിമാനായിരുന്നുകൊണ്ട് അവരെക്കുറിച്ച് മിണ്ടിയില്ല. ഇവരുടെ പോക്കാണ് അദ്ദേഹം എഴുതിയത്. എന്തായാലും പിന്നീട് നമ്മൾ കാണും കേട്ടോ, ഇവർ പിണക്കമൊക്കെ മാറിക്കോളും. അത്
കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ. കോപിക്കാം സൂര്യൻ അസ്തമിക്കുന്നത് വരെ. നമുക്ക് ഈ യാത്രയിൽ ഇദ്ദേഹം കൂടെ കൂട്ടുന്നത് തിമോത്തിയോസിനെയാണ്. ഈ യാത്രയിൽ കൂടെ കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കിടയിൽ നമുക്ക് തിമോത്തിയോസിനെ കാണാനായിട്ട് പറ്റും. 16-ാമത്തെ അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള വാചകങ്ങൾ വേഗം ഒന്ന് വായിക്കാം. 16-ാമത്തെ അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള വചനങ്ങൾ. താങ്ക് യു. അവരുടെ യാത്രക്കിടയിൽ പൗലോസ്ലീഹായ്ക്ക് ഇഷ്ടമുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് തിമോത്തി എന്നായിരുന്നു. തിമോത്തി എന്ന് പറയുന്നത്, തിമോത്തിയുടെ ഒരു പ്രത്യേകത ഇത്രയേ ഉള്ളൂ. അവൻ ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായനാണോ? അല്ല, പിന്നെ എന്നതാ? അമ്മ ഹെബ്രായ സ്ത്രീയാണ്, അപ്പൻ ഗ്രീക്കുകാരനാണ്, വിജാതീയനാണ്. അപ്പം അതുകൊണ്ട് അവൻ അങ്ങനെ ഉള്ള ഒരാളാണ്. പക്ഷേ അവൻ യഹൂദ മതത്തിൻ്റെ പാരമ്പര്യങ്ങളൊന്നും സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ പാരമ്പര്യത്തിലേക്ക് വരാനായിട്ടൊരു അനുവാദം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് യഹൂദരുടെ ഇടയിലേക്ക് പോകുമ്പം അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവനെ അതിനു വേണ്ടിയിട്ട് ഈ പരിശീലനത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചതായിട്ട് മാത്രം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ആ സ്ഥലങ്ങളിലുള്ള യഹൂദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിച്ഛേദന കർമ്മം നടത്തിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്തെന്നാൽ അവൻ്റെ പിതാവ് ഗ്രീക്കുകാരനാണെന്ന് അവരെല്ലാവരും അറിഞ്ഞിരുന്നു. ആകെ ഒരു അനുവാദം കൊടുത്തത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അങ്ങനെ യാത്രയിൽ അവർ പോകുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ അവർ വചനം പറയുന്നുണ്ട്. നമ്മൾ കാണും അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 16, 11, 15 നമ്മൾ കാണും. അവർ ഫിലിപ്പിയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാരോട് പ്രസംഗം പറയുന്നു. പൗലോസ്ലീഹായെക്കുറിച്ച് പലപ്പോഴും പലരും പറയുന്ന ഒരു അപവാദം അതിങ്ങനെയാണ്, പുള്ളി ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്ന് പലപ്പോഴും ഒക്കെ പറയാറുണ്ട്. ചുരുക്കം ചിലരെങ്കിലും ഒക്കെ ഒരു അപവാദമായിട്ട് പൗലോസ്ലീഹായെക്കുറിച്ച് പറയാനുണ്ട്, സ്ത്രീ വിരുദ്ധനാണ്. ഞാൻ പറയും, പൗലോസ്ലീഹ ഒരിക്കലും അത്തരത്തിലൊരു സ്ത്രീ വിരുദ്ധനല്ല. അതിലൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന വചനഭാഗമാണ് ഇത്. ഒന്ന്, അതായത് പൗലോസ്ലീഹ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രം ഉണ്ടോ നോക്കി അങ്ങനെയൊക്കെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു പ്രാർത്ഥനാ കേന്ദ്രം കണ്ടു. അവിടെ നോക്കിയപ്പോൾ നിറച്ച് സ്ത്രീകളാണുള്ളത്. പൗലോസ്ലീഹ പക്ഷേ അവിടെ ഇരുന്ന് അവരോട് സംസാരിക്കുകയും അവരോട് ദൈവവചനം പ്രസംഗിക്കുകയും അവർക്ക് ജ്ഞാനസ്നാനം കൊടുക്കുകയൊക്കെ ചെയ്തു. പുള്ളി സ്ത്രീവിരുദ്ധനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നോ? ഇല്ല. അപ്പം അതുകൊണ്ട് അവരോട് കരുതലുള്ള ആളായിരുന്നു പൗലോസ് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നമുക്കതുകൊണ്ട് വചനത്തിൽ വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 16-ാമത്തെ അധ്യായത്തിൻ്റെ 11, 15. താങ്ക് യു. പൗലോസ്ലീഹ യാത്ര ചെയ്ത് ഫിലിപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് പ്രാർത്ഥനാ കേന്ദ്രം ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. അവിടെ പ്രാർത്ഥനാ കേന്ദ്രം അദ്ദേഹം കണ്ടെത്തി. അവിടെ എന്തായിരുന്നു പ്രത്യേകത? അവിടെ
കൂടിയിരുന്നവരെല്ലാം സ്ത്രീകളായിരുന്നു. അവിടെ ഇരുന്ന് സംസാരിച്ചു. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തീത്തിറ പട്ടണത്തിലെ പട്ടുവിൽപ്പനക്കാരിയായ ലീദിയ ഉണ്ടായിരുന്നു. അതായത് ഫിലിപ്പിയിലെ ഒരു മിടുക്കിയായ, ഒരു പ്രഗത്ഭയായ, ഒരു വലിയ ദൈവഭക്തയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു വിജാതീയ സ്ത്രീ. അവള് ഈ വചനം കേട്ട് ഇതിലേക്ക് കടന്നു വന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായി ലീദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അത് ആലങ്കാരികമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഹൃദയം തുറന്നു, അത് സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ അവരോട് വചനം പറയുന്ന ഒരു പൗലോസ് സ്ലീഹായെ നമ്മൾ കാണും. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരിക്കലും ഒരു സ്ത്രീവിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീകൾ പെണ്ണുങ്ങൾ പോട്ടെ അങ്ങനെ പറയുന്ന ആളൊന്നുമല്ല. അവരോട് വചനം പറയാനായിട്ട് താല്പര്യപ്പെട്ടിരുന്ന എല്ലാവരോടും അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാതെ പോകാമായിരുന്നു. ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, പുരുഷന്മാരൊന്നുമില്ല, അങ്ങനൊന്നുമല്ല. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പിന്നീട് കാണുന്നുണ്ടല്ലോ, പൗലോസ് സ്ലീഹായ്ക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമൊന്നുമില്ല, യഹൂദനെന്നോ വിജാതീനെന്നോ വ്യത്യാസമില്ല, അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. ഗലാത്യ ലേഖനത്തിന് 3-ാമത്തെ അധ്യായത്തിന് 28-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ അവരോട് സംസാരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണുകയാണ്. വീണ്ടും പൗലോസ് സ്ലീഹ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് ഈ പിശാച് ബാധിച്ചവരുടെ പിശാചുബാധയൊക്കെ കളയുന്ന ഒരാളും കൂടിയാണ് പൗലോസ് സ്ലീഹ. പിശാച് ബാധിച്ചവരുടെ ബാധ കളയുന്ന ഒരാളും കൂടിയാണ്. അത് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവർത്തനം 16-ാമത്തെ അധ്യായം 16 തുടങ്ങി 24 വരെ വചനം. അപ്പോസ്തല പ്രവർത്തനം 16-ാമത്തെ അധ്യായം 16 തുടങ്ങി 24 വരെ വചനം. അപ്പോസ്തല പ്രവർത്തനം 16, 24 പിശാചുബാധ നീക്കിക്കളയുന്ന പൗലോസ് സ്ലീഹ. നമുക്ക് നോക്കാം എങ്ങനെയാണ് അദ്ദേഹം മാറ്റുന്നത് എന്ന്. ഇവിടെ പൗലോസ് സ്ലീഹ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു സ്ത്രീയെ കാണുകയാണ്. അവൾക്ക് പിശാചുബാധ ഉള്ള ഒരു സ്ത്രീയാണ്. ആത്മാവ് ബാധിച്ച സ്ത്രീ എന്ന് പറയുന്നത് ഡിവിനേഷൻ, അതായത് പൈശാചിക ബന്ധനത്തിലുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെണ്ണിൻ്റെ പിശാചുബാധ വെച്ചുകൊണ്ട് പലരും മുതലെടുക്കുകയാണ്. അവൾ പല കാര്യങ്ങളെക്കുറിച്ചും പ്രവചിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയും കൂടിയാണ്. പിശാചുബാധ കൊണ്ട് അങ്ങനെ ഉള്ള ഒരു ഉപയോഗത്തിൽ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. പിള്ളേരെ കൊണ്ടുപോയി ഇതിന് വേണ്ടിയിട്ട് തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. അതുപോലെ ഇവർ കുറച്ച് പേര് ഈ പെൺകുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഈ പല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. പൗലോസ് സ്ലീഹ അങ്ങനെ പോയപ്പോൾ മനസ്സിലായി ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു ബാധയുണ്ട് എന്ന്. അവൾ പോകുന്ന വഴിയിൽ എപ്പോഴും ഇവരെ നോക്കിയിട്ട് ഇവരോട് സംസാരിക്കും. അങ്ങനെ പോയപ്പോൾ പൗലോസ് സ്ലീഹായ്ക്ക് മനസ്സിലായി ഇവൾക്ക് ബാധയുണ്ട്. പൗലോസ് സ്ലീഹ ഉടനെ തന്നെ ഇവളുടെ ബാധയെ ഒഴിപ്പിക്കുകയാണ്. എങ്ങനെയാണ് പൗലോസ് സ്ലീഹ ഇവളുടെ ബാധയെ ഒഴിപ്പിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് വാക്യം കൊണ്ടാണ് ഇവളുടെ ബാധയെ ഒഴിപ്പിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബാധകൾ ഒഴിപ്പിക്കാനുള്ള, സൗഖ്യം കൊടുക്കാനുള്ള,
ഹീലിംഗ് ഫോർമുലയാണിത്, സൗഖ്യത്തിൻ്റെ ഫോർമുല. അതാണ് നമ്മൾ കാണുന്നുണ്ട്. പണ്ട് പത്രോസ്ലീഹ സുവർണ കവാടത്തിൻ്റെ അവിടെ വെച്ച് ഒരാളോട് പറയുന്നുണ്ട്, നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. നസ്രായന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇവിടെ പറയുകയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോവുക. അതാണ് ഹീലിംഗ് ഫോർമുല. അത് പഴയ കാലത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ഫോർമുലയാണ്, വാക്യം. നമ്മൾ ഈ പ്രാർത്ഥനകളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പം നമ്മൾ ത്രിത്വാത്മകമായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയും. അന്നത്തെ കാലത്ത് കുറച്ചുകൂടി ഒരു ജീസസ് സെൻറ്റേഡ് ആയിരുന്നു, ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിരുന്നു. ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഈശോ മിശിഹായുടെ നാമത്തിൽ എന്ന് പറയുമായിരുന്നു. അങ്ങനെയാണ് ബാധകളെ ഒഴിവാക്കിയിരുന്നത്. പക്ഷെ എന്നാ പറ്റി, ബാധകൾ ഒഴിവാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെണ്ണ് പിന്നെ പ്രവചിക്കുവോ? ഇവിടെ ബാധ മുഴുവൻ പോയി. അപ്പോൾ ആരുടെ തൊഴിൽ പോയി? ഈ യജമാനന്മാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അവർക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ലെന്നേ. അവരുടനെ തന്നെ ബഹളം ഉണ്ടാക്കി ഇവരെ അവിടുത്തെ അധികാരികളുടെ അടുത്ത് കൊണ്ടുപോയി അവരെ ഉടനെ തടവിലാക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഇവരെ തടവറയിൽ ആക്കപ്പെടുക. അങ്ങനെയാണ് പൗലോസ്ലീഹ തടവറയിൽ ആക്കപ്പെടുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ, അതായത് രണ്ടാമത്തെ യാത്രയിലാണ് കേട്ടോ ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 25 തുടങ്ങി 40 വരെയുള്ള വചനഭാഗത്ത് നമ്മൾ കാണും അദ്ദേഹം തടവറയിൽ ആക്കപ്പെടുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 16-ാമത്തെ അധ്യായം 25 തുടങ്ങി 40 വരെയുള്ള വചനഭാഗങ്ങളിലാണ് തടവറയിലാക്കപ്പെടുന്ന പൗലോസിനെ നമ്മൾ കാണുന്നത്. ആ വചനഭാഗം നമുക്കൊന്ന് ആദ്യഭാഗം ഒന്ന് വായിക്കാം. 25-34. തടവറയിലായിരിക്കുന്ന നമ്മുടെ പൗലോസ് ഇവിടെ നമ്മൾ കാണുകയാണ്. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അവരുടെ പ്രത്യേകത നോക്കണേ, ബന്ധനത്തിൻ്റെ അവസ്ഥയിലും അവരെ ഉരുവിട്ടിരുന്നത് ദൈവ സ്തുതികളായിരുന്നു. ബന്ധനത്തിൻ്റെ അവസ്ഥയിലും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊരു പാട്ട് തന്നെയുണ്ട്, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, അല്ലേ? അപ്പസ്തോലർ രാത്രികാലേ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഇതിൽ നിന്നും വന്നതാണ്, ഈ വചനഭാഗത്തു നിന്നുമാണ്. ഇതെങ്ങനെ എൻ്റെ തുടക്കം? ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. അപ്പസ്തോല പിന്നെ അല്ലേ, അപ്പസ്തോലർ രാത്രികാലേ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിച്ചപ്പോൾ അതാണ് അതിൻ്റെ തുടർച്ചയാണ്. എന്തായാലും ആ പാട്ട് ഈ വചനഭാഗത്തു നിന്നുമാണ് വരുന്നത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ അപ്പസ്തോലന്മാർ ബന്ധനകാലത്തും സ്തുതിച്ച് ദൈവത്തെ സ്തുതിച്ചിരുന്നു, സ്തുതി ആലപിച്ചിരുന്നു എന്നാണ്. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനകളാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പൗലോസ്ലീഹായും കൂട്ടരുവാ, പൗലോസ് സീലാസുവാ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ
നമുക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് കുറ്റപ്പെടുത്തലുകൾ നടത്താം, അവരെയും ഇവരെയും ഒക്കെ പഴിചാരാം, നൊമ്പരപ്പെട്ടിരിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കർത്താവിനെ സ്തുതിക്കാനായിട്ട് നാം പഠിക്കേണ്ടതുണ്ട്. കാരണം അപ്പോഴാണ് സൗഖ്യം കിട്ടുന്നതും വലിയ ആശ്വാസം കിട്ടുന്നതും. പൗലോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. വീണ്ടും പൗലോസ് പിന്നീട് യാത്രയാകുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനി വരുന്നത് തെസ്സലോനിക്കായിലേക്ക് പോകുന്നുണ്ട്. തെസ്സലോനിക്കായി പോയി അവരെ അടിച്ചോടിക്കുന്നുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിലെ കയറി, മുകൾ ഭാഗത്തൂടെ കയറി, തുർക്കി പ്രദേശത്തുകൂടെ വന്ന്, അങ്ങനെ വന്ന വഴിയിലാണ് ഈ തടവറയിൽ ആക്കപ്പെട്ടത്. ഫിലിപ്പി പ്രദേശത്ത് വെച്ച്, മാസിഡോണിയ പ്രദേശത്ത് വെച്ചാണ് അവർ തടവറയിലാക്കപ്പെട്ടത്. അതിനുശേഷം പൗലോസ്ലീഹ അവിടെ നിന്ന് എങ്ങോട്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെസ്സലോനിക്കായിലോട്ട് പോയി. തെസ്സലോനിക്ക ലേഖനമില്ലേ, തെസ്സലോനിക്കായിലോട്ട് പോയി. അത് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൻ്റെ 1 തുടങ്ങി 9 വരെ. അപ്പസ്തോല പ്രവർത്തനം 17:1-9 പൗലോസ്ലീഹ തെസ്സലോനിക്കായിൽ. അപ്പസ്തോല പ്രവർത്തനം 17-ാമത്തെ അധ്യായത്തിൻ്റെ 1 തുടങ്ങി 9 വരെയുള്ള വചനഭാഗങ്ങൾ. പൗലോസ്ലീഹ തൻ്റെ യാത്രയിൽ ഈ ഫിലിപ്പിയിൽ നിന്നും ഉടനെ പോയത് തെസ്സലോനിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കൊരു ലേഖനമില്ലേ, തെസ്സലോനിക്ക ലേഖനം, ആ സ്ഥലത്തോട്ടാണ് പോയത്. തെസ്സലോനിക്കായിൽ ചെന്നു. തെസ്സലോനിക്കായിൽ ചെന്നപ്പോൾ പൗലോസ്ലീഹായ്ക്ക് അവിടെ സഹായം കൊടുത്ത ഒരു ചേട്ടൻ്റെ പേരാണ് ജാസൻ. ജാസൻ ചേട്ടൻ്റെ വീട്ടിലാണ് താമസിച്ചത്. നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് എല്ലാ സഹായങ്ങളും ഒക്കെ കൊടുത്തത്, ജാസൻ. അപ്പോൾ ഈ ജാസൻ ചേട്ടൻ്റെ വീട്ടിൽ താമസിച്ചു. ഒരുപാട് ശുശ്രൂഷകളൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും ഒരുപാട് യഹൂദരായിട്ടുള്ള ആൾക്കാരും വിജാതിരായിട്ടുള്ള ആൾക്കാരും വലിയ സമ്പന്നരും അഭ്യസ്തവിധരും ഒക്കെ ഒരുപാട് പേര് ഇങ്ങോട്ട് ചേരാൻ തുടങ്ങി. നമ്മുടെ ഈ സഭാ കൂട്ടായ്മയിലോട്ട് ചേരാൻ തുടങ്ങി. യേശു ദൈവപുത്രനാണ് എന്നും യേശു മിശിഹായാണെന്നും നിങ്ങൾ ഇത്രയും നാളും കാത്തിരുന്ന ആളാണെന്നും ഒക്കെ യഹൂദരോടും പറഞ്ഞു. യേശുവിനെ കുറിച്ച് നല്ലതുപോലെ വിജാതിയരോടും പറഞ്ഞു. അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ ഈ ക്രിസ്തീയ കൂട്ടായ്മയിലേക്ക് വന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോഴേക്കും തീർച്ചയായിട്ടും ആർക്ക് എതിർപ്പുണ്ടാകും? യഹൂദർക്ക് എതിർപ്പുണ്ടാകും. അങ്ങനെ എതിർപ്പിൻ്റെ സമയത്ത് ഇവരെന്നാ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവർക്ക് സഹായം കൊടുത്ത ചേട്ടൻ്റെ പേരാണ് ജാസൻ. ജാസൻ ചേട്ടൻ അടി കൊടുത്തു. കാരണം ജാസൻ ചേട്ടൻ അടി കൊടുക്കാൻ കാരണം എന്താ? പൗലോസിനും മറ്റുള്ളവർക്കും താമസിക്കാനും മറ്റു കാര്യങ്ങളും സഹായങ്ങളും ഒക്കെ കൊടുത്ത് ജാസൻ ചേട്ടനാണ്. അതുകൊണ്ട് ജാസൻ ചേട്ടനെ അടിച്ചു. പൗലോസിനെ എങ്ങനെ പിടിക്കുമെന്നായി. അപ്പോഴേക്കും അവരെന്നാ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും പൗലോസിനെ എങ്ങോട്ട് വിട്ടു? ബൊറയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിട്ടു. അതിന് തൊട്ട് താഴെയുള്ള സ്ഥലമാണ്, തെസ്സലോനിക്കായിട്ട് തൊട്ട് താഴെയുള്ളൊരു സ്ഥലമാണ് ബൊറയ. അവിടെയും ചെന്നു. അവിടെയും ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും പ്രശ്നമായി. അവിടെ നിന്ന് ഉടനെ എന്നാ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ആഥൻസിലോട്ട് പൗലോസ്ലീഹായി വിട്ടു. ഇത് നടക്കുന്ന സമയം ഓർക്കണേ, AD 50-52 കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബൊറയായിൽ നിന്നും ആഥൻസിലേക്ക് വിട്ടു. പൗലോസ്ലീഹയ്ക്ക് അപ്പടി സങ്കടമായതിന് കാരണം മറ്റൊന്നുമില്ല, അദ്ദേഹം നല്ലതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ തെസ്സലോനിക്കായിലെ. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നിടത്തൊക്കെ ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പൗലോസ്ലീഹ ഒരു കാര്യം ചെയ്തു. പൗലോസ്ലീഹ തിമോത്തിയോട് പറഞ്ഞു, എൻ്റെ തിമോത്തി, നീ ഒരു കാര്യം ചെയ്യേ, നീ തെസ്സലോനിക്ക വരെ ഒന്ന് പോയി നോക്കിക്കേ.
നമ്മൾ ഓടിപ്പോരേണ്ടി വന്നു. അതുകൊണ്ട് നീ തെസ്സലോനിക്കായി പോയിട്ടൊന്ന് അന്വേഷിക്കണം, എങ്ങനെയുണ്ട് നമ്മുടെ മക്കള്, അവർ വിശ്വാസത്തിലൊക്കെ വളർന്നു വരുന്നുണ്ടോ, അതോ ആൾക്കാർ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പം അവർ വിശ്വാസത്തിൽ നിന്നും പോയോ. അങ്ങനെ ഒരു അപ്പസ്തോലിക സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് തിമോത്തിയെ അയക്കുക. തിമോത്തിയെ ഇഷ്ടമാണെന്ന് നമ്മുടെ മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ, കൂട്ടത്തിൽ കൂട്ടിയായിരുന്നു. അങ്ങനെ തിമോത്തിയെ അങ്ങോട്ട് അയച്ചു, തെസ്സലോനിക്കായിക്ക് അയച്ചു. തെസ്സലോനിക്കായിലേക്ക് അയച്ച് തിമോത്തി അവിടെ ചെന്ന് നോക്കിയപ്പോൾ കൊള്ളാം, അവർ നല്ല വിശ്വാസത്തിലൊക്കെ വളരുന്നുണ്ട്. പ്രതിസന്ധി ഉണ്ടായെങ്കിലും അവർ നല്ല വിശ്വാസത്തിൽ വളരുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം മാത്രം, അന്ന് പൗലോസ്ലീഹ അവിടെ പ്രസംഗിച്ചപ്പം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് രണ്ടാമത്തെ വരവുണ്ടാകും, കർത്താവ് ഉടനെ വരും. കുറേ പ്രാവശ്യം പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു, കർത്താവ് ഉടനെ വരും, എല്ലാവരും ജാഗരൂകതയോടെ ഇരുന്നോണം, കർത്താവ് വരുമ്പോൾ നമ്മളെല്ലാവരും അവൻ്റെ കൂട്ടത്തിൽ എടുക്കപ്പെടും. അങ്ങനെ പറഞ്ഞിട്ട് പോന്നു. പൗലോസ് പ്രസംഗിച്ചിട്ട് പോവുകയും ചെയ്തു, കർത്താവ് ഒട്ട് വന്നുമില്ല. ആകെ അങ്കലാപ്പായി. അവരുടെ അങ്കലാപ്പ് വർദ്ധിപ്പിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, അവരുടെ കുറേ പ്രായമായ ഇപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒക്കെ മരിച്ചുപോയി. കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഇവരെടുക്കപ്പെടുമെന്നായിരുന്നല്ലോ പറഞ്ഞത്. പക്ഷെ മരിച്ചുപോയവരുടെ കാര്യം എങ്ങനെയായി? അവരെ അടക്കം ചെയ്തില്ലേ? അവർക്ക് രക്ഷ കിട്ടുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവർക്ക് വലിയ സംശയമായി. കാരണം ജീവിക്കുന്നവർ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടും, ഒരു കുഴപ്പമില്ല. മരിച്ചുപോയ ഞങ്ങളുടെ വല്യപ്പാപ്പൻ്റെയും വല്യമാമ്മയുടെയും കാര്യം എങ്ങനെയാണെന്നാണ് ഇവരുടെ സംശയം. അപ്പോൾ തിമോത്തിയോട് ഇവർ പറഞ്ഞു വിട്ടു, എൻ്റെ തിമോത്തി, ഞങ്ങൾ വിശ്വാസത്തിൽ വളരുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, കർത്താവ് രണ്ടാമത് വരുമോ? അങ്ങനെ വന്നാൽ തന്നെ ഞങ്ങളും എടുക്കപ്പെടും, ഞങ്ങളുടെ മരിച്ചുപോയവരുടെ കഥ എന്നതാകും. എന്തായാലും തിമോത്തി പൗലോസിൻ്റെ അടുത്ത് വന്നു. പൗലോസ് ഈ സമയത്ത് ആഥൻസിലാണ്. ആഥൻസിൽ നിന്നും കോറിന്തിലേക്ക് വരുന്നുണ്ട്. പൗലോസ്ലീഹ തീരുമാനിച്ചു, കൊള്ളാം, ഇവർക്കൊരു കത്തെഴുതിയേക്കാം, നിങ്ങൾ വിശ്വാസത്തിൽ നല്ലപോലെ വളരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ അഭിനന്ദിച്ചുകൊണ്ട്. ഒപ്പം തന്നെ അവർ ചോദിച്ച ഈ ചോദ്യമുണ്ടല്ലോ, എന്താ ചോദ്യം? മരിച്ചവരെ പോയവരുടെ എങ്ങനെയാകും? രണ്ടാമത്തെ ആഗമനത്തിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് ഞങ്ങളുടെ മരിച്ചു പോയവരുടെ കഥ എങ്ങനെയാകും എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരവും കൂടി പൗലോസ്ലീഹ ഒരു കത്ത് എഴുതുകയാണ്. അതാണ് 1 തെസ്സലോനിക്ക ലേഖനം. ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുതിയ നിയമത്തിലെ ലേഖനം അങ്ങനെയാണ് രൂപം കൊള്ളുന്നത്. അതിന് കാരണം ഇതാണ്. മനസ്സിലായോ? 17-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ഗ്രന്ഥം തോറ. പിന്നെ യഹൂദരുടെ സിനഗോഗിൽ ചെല്ല് കഴിയുമ്പോൾ അവർക്കുള്ളത് തോറ ആണല്ലോ. കാരണം വിശുദ്ധ ഗ്രന്ഥം തോറായും അതിൻ്റെ ബാക്കി പുസ്തകങ്ങളും ഒക്കെ ഉണ്ട്, നമുക്ക് പിന്നീട് വരുന്നുണ്ടല്ലോ. അതിൻ്റെ ബാക്കി ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും എല്ലാം ഉണ്ട്, അതെല്ലാം അവർ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പം അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ എന്നതായിരുന്നു? അവർ പറയുന്നതനുസരിച്ച് മിശിഹ വരും. അതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്, അതുപയോഗിച്ച് സംസാരിച്ചു എന്ന്. അതിൻ്റെ വെളിച്ചത്തിൽ ഈശോ വരും എന്നുള്ളത്. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നില്ലേ, ജസയുടെ കുറ്റിയിൽ നിന്നും ഉള്ള മുളയെക്കുറിച്ചൊക്കെ, അതെല്ലാം സഹനദാസൻ, അതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഏശയ്യായിലെ. അതെല്ലാം പുതിയ നിയമത്തിൽ പൂർത്തിയായി, ഈശോയിൽ പൂർത്തിയായി എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ തെസ്സലോനിക്കായി ചെന്നു, തെസ്സലോനിക്കായി നടുകിട്ടി, അവിടുന്ന് ഓടിച്ചു. അവിടുന്ന് പിന്നെ അവിടുന്ന് ബൊറയായിലേക്ക് പോയി. ബൊറയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പൗലോസ്ലീഹ എങ്ങോട്ട് പോയി? ആഥൻസിലോട്ട് പോയി. ആഥൻസിൽ ചെല്ലുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. പിന്നീട് 17-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും, ആഥൻസിൽ ചെല്ലുന്നുണ്ട്. ആഥൻസ് എന്ന് പറയുന്നത് എവിടെയാണ്? ആഥൻസ് ഗ്രീസിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ആഥൻസ് എന്ന് പറയുന്നത് ഗ്രീസിലാണ്. ആഥൻസിന്റെ പ്രത്യേകത എന്താണ്? ആഥൻസിന്റെ പ്രത്യേകത എന്താണ്? എന്തോ ചിന്തകരുണ്ട്, തീർച്ചയായിട്ടും. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒളിമ്പിക്സിന്റെ കേന്ദ്രമാണ് ആഥൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒളിമ്പിക്സ് ഇതെല്ലാം വരുന്നത് ആഥൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണിത് അത് നടക്കുന്നത്, ആഥൻസ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പൗലോസ്ലീഹ ചെല്ലുന്നു. അവിടെ നടക്കുന്ന പൗലോസ്ലീഹയുടെ ഏറ്റവും പ്രസിദ്ധമായ പ്രസംഗങ്ങളിൽ ഒന്നാണ് അരയോപ്പഗസിലെ പ്രസംഗം. അതാണ് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 17-ാമത്തെ അധ്യായം 22-34. നമുക്കിത് വായിക്കാൻ സമയമില്ല, ഞാനിത് ചുരുക്കി പറയാം. അപ്പസ്തോല പ്രവർത്തനം 17-ന്റെ 22-34 ഗ്രീസിലെ
ആഥൻസിൽ വെച്ച് നടത്തിയ പൗലോസിന്റെ പ്രസംഗം, അരിയോപ്പഗസ് എന്ന് പറയുന്നത് ഒരു പ്രദേശമാണ്, ഒരു പാറയാണ്. ഇപ്പോഴും ആ പാറയുണ്ട്. ഞാൻ ചിത്രത്തിൽ കാണിക്കാം ആ പാറ. അവിടെ വെച്ച് പൗലോസ്ലീഹ നടത്തുന്ന ഒരു പ്രസംഗം, വളരെ പ്രസിദ്ധമായൊരു പ്രസംഗമാണ്. ഇതാണ് ആഥൻസിലെ സ്റ്റേഡിയങ്ങളിൽ ഒന്ന്. അതെ, അത്ലറ്റിക് സ്റ്റേഡിയം. ഇതാണ് പൗലോസ്ലീഹ പ്രസംഗിച്ച അരിയോപ്പഗസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ആഥൻസിലെ അരിയോപ്പഗസ്. അരിയോപ്പഗസ് എന്ന് പറയുന്നത് ഇപ്പുറത്ത് ഈ കുന്നാണ്. ഈ ചെറിയൊരു ഭാഗം കാണുന്നില്ലേ, അതാണ്. അതിൻ്റെ അപ്പുറത്ത് ടെമ്പിളുകളൊക്കെയാണ്, ദേവിയുടെ ടെമ്പിളുകളൊക്കെയാണ്. നമുക്ക് അവിടെ കയറി ചെല്ലാം. നൈക്കി എന്ന് പറയുന്ന ദേവിയുണ്ട്, അങ്ങനെ പല ദേവിമാരുണ്ട്. പൗലോസ് പ്രസംഗിച്ച പാറ ഇതാണ്, ഈ നിൽക്കുന്ന ഈ പാറയാണ്. പോകാം. ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു ഇവിടെ. ഞങ്ങളുടെ ഗ്രൂപ്പാണിത്. സ്റ്റുഡൻസും പ്രൊഫസറും ഒക്കെ കൂടെ ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഈ പാറയിൽ നിന്നുകൊണ്ടാണ് ഈ വചനഭാഗം ഞങ്ങൾക്ക് വായിക്കാനായിട്ട് തന്നത്. അപ്പം പൗലോസ്ലീഹ പ്രസംഗിച്ചത് ഗ്രീക്ക് ഭാഷയിലായതുകൊണ്ടും എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്കിലായതുകൊണ്ടും ഞങ്ങൾ ഗ്രീക്കിൽ വായിക്കണമായിരുന്നു ആ പ്രസംഗം. അതിനുശേഷം അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമൊക്കെ വായിച്ചു. ഞങ്ങളുടെ പ്രൊഫസറെ കൂടുതലുണ്ട്. പ്രൊഫസർ ഇത് വ്യാഖ്യാനിച്ചു തരും. എന്താണ് പ്രസംഗിച്ചത്, എങ്ങനെ പ്രസംഗിച്ചു, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കങ്ങൾ. ഞാൻ ഫോട്ടോ എടുത്ത് ഞാനായതുകൊണ്ട് അതിൻ്റെ അകത്തില്ല, അടുത്തതിൻ്റെ അകത്ത് ഞാനുണ്ട്. ഇത് ഗ്രീസിലാണ്, ഞാൻ പഠിച്ചത് ബെൽജിയത്തിലാണ്. അപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാനാണ്. ഭയങ്കര തണുപ്പായതുകൊണ്ട് കണ്ണ് മാത്രമേ പുറത്തുള്ളൂ, വേറൊന്നുമില്ല. മുഖത്ത് ഇത്രയും മാത്രമേ കാണത്തുള്ളൂ. ഇപ്പുറത്ത് എൻ്റെ കൂട്ടുകാരനാണ്, ആഫ്രിക്കക്കാരനാണ്, എൻ്റെ വലിയൊരു കൂട്ടുകാരനാണ്. എനിക്ക് ആഫ്രിക്ക എന്നുള്ളൊരു കൂട്ടുകാരൻ അച്ഛനാണ്. ബാക്കി ഞങ്ങളുടെ ഗ്രൂപ്പ് ഇതായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. അവിടെ മഴയും മഞ്ഞും ഒക്കെ വരുന്നതുകൊണ്ടും തണുപ്പായിരുന്നതുകൊണ്ടും ഒക്കെ ഞങ്ങൾ അങ്ങ് എടുത്തതേ ഉള്ളൂ. ഇത് ഞങ്ങൾ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ഗ്രീസിൽ പോയ ടീമുകളാണ്. എന്തോ ഗേൾസ് ഉണ്ട്, അച്ഛന്മാർ കുറച്ച് പേരേ ഉള്ളൂ. അൽമായരാ പഠിക്കുന്നത് മുഴുവൻ. എന്തോ ഞാനവിടെ രണ്ടാമത്. ഞങ്ങളുടെ ക്ലാസ്സിൽ കൂടുതലുള്ളത് അൽമായരാണ് കേട്ടോ, ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അച്ഛന്മാരും സിസ്റ്റേഴ്സും വളരെ കുറവായിരുന്നു. ഇതാണ് ഞാൻ. ഇതൊരു ശ്രീലങ്കക്കാരനാണ്, ഇതൊരു ഫിലിപ്പീനോ നേഴ്സാണ്, ഇതൊരു ഫിലിപ്പീനോ സിസ്റ്ററാണ്, ഇതൊരു പോളണ്ടുകാരി സ്ത്രീയാണ്, ഇതൊരു ഓസ്ട്രേലിയക്കാരനാണ്, ഇതൊരു അമേരിക്കക്കാരനാണ്, ഇതൊരു ഇംഗ്ലണ്ടുകാരനാണ്, ഇതൊരു ജർമ്മൻകാരനാണ്. ഇദ്ദേഹമാണ് ഞങ്ങളുടെ പ്രൊഫസർ. ഇത് ഒരു ബെൽജിയൻ പയ്യനാണ്. ഇത് ഇന്ത്യക്കാരുള്ളത് ഒന്ന്. ഇതൊരു ആന്ധ്രാക്കാരൻ അച്ഛനാണ്, ബൈബിള് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു സിസ്റ്ററാണ്, മലയാളി സിസ്റ്ററാണ്. സിസ്റ്റർ താമരശ്ശേരി മാനന്തവാടിക്കാരിയായ സിസ്റ്ററാണ്. ഇതൊരു ഫിലിപ്പീനി നേഴ്സാണ്. ഇതൊരു യൂറോപ്യൻ സ്ത്രീയാണ്. ഇത്രയും. ഇതൊരു മലയാളി അച്ഛനാണ്, SVDയിലെ അച്ഛനാണ്. ഇത്രയായിരുന്നു ഞങ്ങൾ പോയത്. ഈ കുട്ടി ഇത് ഗ്രീസുകാരി കൊച്ചാണ്, അവിടുത്തുകാരി തന്നെയാണ്. ആ കൊച്ചാണ് ഞങ്ങളെ അവിടെ കാണിച്ചതും. അവരുടെ നാട്ടിൽ അവരുടെ ഭാഷ ഗ്രീക്കാണല്ലോ. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരായിരുന്നു വന്നിരുന്നത്. ഞങ്ങൾ ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ പോയവർ ഇവരെല്ലാം ബൈബിള് പഠിക്കുന്നവരാണ്, PhD ചെയ്യുന്നവരാണ്, ബൈബിളിൽ PhD ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൂണിവേഴ്സിറ്റികളിൽ ജോലി കിട്ടും. അമേരിക്കൻസിന് അവരുടെ യൂണിവേഴ്സിറ്റികളിൽ റിലീജിയൻ പഠിപ്പിക്കാനായിട്ട് ഓസ്ട്രേലിയയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും എല്ലാം യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ അവരുടെ ഹൈസ്കൂളുകളിൽ ജോലി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അവരെല്ലാം വരുന്നത്. എല്ലാവരും, ഈ കൂടുതലുള്ള എല്ലാവരും. ഇദ്ദേഹം മാത്രം കാത്തലിക് അല്ല, അദ്ദേഹം ആംഗ്ലിക്കനാണ്. ബാക്കി
എനിക്ക് തോന്നുന്നു ഈ കുട്ടി ഗ്രീക്ക് ഓർത്തഡോക്സ് ആണ്. ഇവർ രണ്ടുപേരും ഇതും ഗ്രീക്കുകാരാണ്. അവർ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിലെ ആൾക്കാരാണ്. ബാക്കി എല്ലാവരും കാത്തലിക്സ് ആണ്. ഇദ്ദേഹം പോളിഷാണ്, പോളണ്ടുകാരനാണ്. അപ്പം അങ്ങനെ ധാരാളം അൽമായരാണ് പഠിക്കാനായിട്ട് വരുന്നത് അവിടെ. എൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ ചുരുക്കം ചിലരെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ക്ലാസ്സിൽ 1-2 പേര് എൻ്റെ സീനിയേഴ്സാണ്, മലയാളികളുള്ള 2 പേരും സീനിയേഴ്സാണ്. എൻ്റെ ക്ലാസ്സിൽ ഞാനും പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ആഫ്രിക്കൻ കൂട്ടുകാരനും ബാക്കിയെല്ലാം ലേ സ്റ്റുഡൻസ് ആയിരുന്നു. ഈസ്റ്റ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരാണ് ഇത് ഇത്രയും തീക്ഷ്ണതയോടുകൂടി അവർ പഠിക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് അരയോപ്പഗസിനെ കുറിച്ചാണ്. ഓട്ട മത്സരം ഒളിമ്പിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇനമായതുകൊണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് കിട്ടിയപ്പോൾ ഞങ്ങളും ഓട്ട മത്സരമൊക്കെ നടത്തിയതാണ്. ഞങ്ങളും അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു ഓട്ട മത്സരം നടത്തി. ഇവിടെ ഉണ്ട് ഞാൻ. ആര് ജയിക്കും? എന്നെക്കുറിച്ചൊരു പരാതി പണ്ട് തുടങ്ങി, നടക്കാൻ അറിയത്തില്ല, ഓട്ടാനേ അറിയത്തുള്ളൂ എന്നായിരുന്നു. എന്തോ അതെ അതെ അതെ, എന്തായാലും ഓടി ജയിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റം ഓട്ടമാണ്. ഞാൻ ഇന്നും ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. സ്കൂളിലും ഹൈസ്കൂളിലും എല്ലാം 10ാം ക്ലാസ് വരെ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുമായിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് പൗലോസിൻ്റെ ഈ പ്രസംഗത്തെക്കുറിച്ചാണ്. അപ്പം അങ്ങനെ അരയോപ്പഗസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരു വലിയ പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. തൻ്റെ രണ്ടാമത്തെ യാത്രയിലാണ്. അവിടെ അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. അതെ, ഇവിടെ നമുക്ക് അവിടെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് വേണമെങ്കിലും വായിക്കാം. ആ കുന്നിൻ്റെ മുകളിൽ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനഭാഗം ഇംഗ്ലീഷിലും ഗ്രീക്കിലും എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ വരുന്നവർക്കൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട്. സാധാരണഗതിയിൽ അവിടെ വരുന്ന എല്ലാവരും ആ വചനഭാഗം വായിക്കും. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ വരുന്നവർ. കാരണം അങ്ങനെ ആ പൗലോസിൻ്റെ പ്രസംഗം അത്രയും പ്രസിദ്ധമായതുകൊണ്ട് അരയോപ്പഗസിലെ പ്രസംഗം എല്ലാവരും അവിടെ വെച്ച് വായിക്കും. എന്തോ ഇത് ഗ്രീസിലെ ആഥൻസില് ഗ്രീക്ക് ഭാഷയിൽ അതിവിടെ അപ്പസ്തോല പ്രവർത്തനത്തില് നമ്മളിപ്പോൾ കാണുന്ന ഇതാണ്. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 17-ാമത്തെ അധ്യായത്തില് 22 തുടങ്ങി 34 വരെയുള്ള വചനഭാഗങ്ങൾ നോക്കട്ടെ. അതല്ലേ? അതെ, അപ്പസ്തോല പ്രവർത്തനം 17-ാമത്തെ അധ്യായത്തിന്റെ 22 തുടങ്ങി. ആ പ്രസംഗമാണ് അവിടെ കുറിച്ചു വച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു ചെറിയൊരു ആർക്കിയോളജിയുടെ വിവരണം കൂടെ ചേർത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും അത് എന്താണ് എന്നൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഈ യാത്ര കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അദ്ദേഹം അവിടെ നിന്നും കോറിന്തോസിലോട്ട് പോകുകയാണ്. എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാണ് കേട്ടോ. കോറിന്തോസിലോട്ട് പോയി. ഈ കോറിന്തിൽ പോയിട്ട് പൗലോസ്ലീഹായുടെ പ്രത്യേകത അദ്ദേഹം കുറേ നാൾ അവിടെ താമസിച്ചെന്നുള്ളതാണ്. കോറിന്തിൽ പോയിട്ട് 1.5 വർഷക്കാലം താമസിച്ചു. അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും. എങ്കിലും പ്രധാനമായിട്ട് 1.5 വർഷക്കാലത്തോളം അദ്ദേഹം കോറിന്തിൽ താമസിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ആ യാത്ര അവസാനിക്കുന്നത് പിന്നീട് അവിടെ വെച്ചും അദ്ദേഹത്തിന് കുറേ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം അന്ത്യോക്യയിൽ തിരിച്ചെത്തുന്നതായിട്ടാണ് നമ്മൾ 18-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 18-ാമത്തെ അധ്യായത്തിൻ്റെ 1 തുടങ്ങി 17 വരെ ഭാഗത്ത് അദ്ദേഹം കോറിന്തിലാണ്. ഒപ്പം തന്നെ അദ്ദേഹം അധികാരികളുടെ അടുക്കലേക്ക് വിളിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഈ ക്ലാസ് എത്ര വരെയായത്? ഉച്ചഭക്ഷണം എപ്പോഴാണ്? 1 മണിക്ക്. 1 മണി വരെ പോകാമല്ലോ നമുക്ക്. അതോ അതിന് മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പം നമുക്ക് പോവാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു ലക്ഷ്യം എൻ്റെ മുന്നിലുണ്ട്. നമുക്ക് മരിപ്പിച്ചിട്ട് വേണം പോവാനായിട്ട്. അങ്ങനെ അദ്ദേഹം ഈ കോറിന്തിൽ പ്രസംഗിച്ചു. പക്ഷേ അദ്ദേഹത്തിനും അവിടെയും പ്രതിസന്ധികളുണ്ടായി. പിന്നീട് അദ്ദേഹം അന്ത്യോക്യയിൽ തിരിച്ചെത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പറഞ്ഞത് 2ാമത്തെ യാത്ര എവിടെ തുടങ്ങി എവിടെ വരെ എന്നാ പറഞ്ഞത്? 18 അധ്യായം നമ്മൾ പറഞ്ഞായിരുന്നു മുമ്പേ. എവിടെ തുടങ്ങിയിട്ട് എവിടെ അവസാനിക്കും എന്നാ പറഞ്ഞത്? എന്തോ
എവിടെയാ പറഞ്ഞേ? ആ 15-ന്റെ 39 തുടങ്ങി 18-ന്റെ 22 വരെയാണ്. അപ്പം നമുക്ക് 18-22 ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും രണ്ടാമത്തെ യാത്ര അവസാനിക്കുകയാണ് എന്നുള്ളതിനെക്കുറിച്ച്. അതിൽ രണ്ടാമത്തെ യാത്ര അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കോറിന്ത് എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷം നമുക്ക് 18 തുടങ്ങി 23 വരെയുള്ള വചനങ്ങൾ കൂടി ഒന്ന് വായിക്കാം. 18-ാമത്തെ അധ്യായത്തിന്റെ 18 തുടങ്ങി 18 താങ്ക് യു. അങ്ങനെ അദ്ദേഹം ആഥൻസിൽ നിന്നും കോറിന്തിലോട്ട് വന്നു. കോറിന്തിൽ നിന്നും പിന്നെ അദ്ദേഹം തുർക്കിയിലെ എഫേസോസിലോട്ട് വരുന്നു. അവിടെ നിന്നും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അദ്ദേഹം കേസറിയായിലേക്ക് വന്ന് കേസറിയായിൽ നിന്നും എവിടേക്ക് വരുന്നു? അന്ത്യോക്യായിൽ വരുന്നു. അതാണ് 22-ാമത്തെ വചനം കൊണ്ട് നമ്മൾ ആ രണ്ടാമത്തെ യാത്ര അവസാനിക്കുകയാണ്. AD 52 അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ യാത്ര അവസാനിക്കുന്നു. രണ്ടാമത്തെ യാത്രയിലെ ചില സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനിടയിൽ പറഞ്ഞു പോയത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ യാത്ര അവസാനിച്ചിരിക്കുന്നു. ഒന്നാമത്തെ യാത്ര നമ്മൾ കേട്ടു, അതിനിടയിൽ ഒരു ജെറുസലേം സൂനകദോസ് തന്നെ നടന്നു. രണ്ടാമത്തെ യാത്ര നമ്മൾ കേട്ടു, രണ്ടാമത്തെ യാത്രയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചും ചില പ്രസംഗങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ യാത്രയിലേക്ക് പോകണം. പോൾസ് തേർഡ് മിഷണറി ജേർണി 18-23 തുടങ്ങി 20-38 വരെ. 18-23 തുടങ്ങി 20-38 വരെയാണ് മൂന്നാമത്തെ യാത്ര. 18-23 തുടങ്ങി 20-38 വരെ. നമുക്ക് എന്തായാലും തുടക്കത്തിലെ ഭാഗം ഒന്ന് വായിച്ചു പോകാം. 23 തുടങ്ങി കുറെ കാലം അവിടെ ചെലവഴിച്ചതിന് ശേഷം, എവിടെ ചെലവഴിച്ചതിന് ശേഷം? അന്ത്യോക്യായിൽ. പൗലോസിൻ്റെ കൂട്ടത്തിൽ പൗലോസിനെ ഒരുപാട് സഹായിച്ച ഒരാളായിരുന്നു അപ്പോളോസ്. അങ്ങനെ അപ്പോളോസും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ട് എന്നുള്ളതാണ്. പൗലോസിൻ്റെ കൂട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിക്കാനായിട്ട്. അതുകൊണ്ടാണ് പൗലോസ് ഒരു കാര്യം ഇടയ്ക്ക് പറയുന്നുണ്ട്. 1 കൊറിന്തോസിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരാൾ നട്ടു, ഒരാൾ നനച്ചു. ഓർക്കുന്നില്ലേ?
അപ്പൊ 1 കൊരിന്തോസിലാണ്. 1 കൊരിന്തോസിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. ഒന്ന് കൊരിന്തോസിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വചനം, 5-6 വചനം. ഓ മതി, മനസ്സിലായല്ലോ. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു എന്ന് പറഞ്ഞ പൗലോസ് ശ്ലീഹ പ്രസംഗിച്ചു പോയ സ്ഥലങ്ങളിൽ തൻ്റെ ശുശ്രൂഷ തുടരാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച ഒരാളായിരുന്നു അപ്പോളോസ്. അതുകൊണ്ടാണ് 1 കൊരിന്തോസിന്റെ 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായോ എന്തുകൊണ്ടാണ്? ഇനി ആ വചനഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന്. അല്ലാതെ പൗലോസ് ഒരു ദിവസം ഒരു തെങ്ങും തൈ നട്ടു, 1 മാസം കഴിഞ്ഞപ്പം അപ്പോളോസ് പോയി വെള്ളം ഒഴിച്ചെന്നൊന്നും ചിന്തിച്ചേക്കരുത്. ഇതാണ് കാരണം. ഇപ്പോഴും ഈ അപ്പസ്തോല പ്രവർത്തനത്തിലാണ് അതിൻ്റെ ഭാഗം കിടക്കുന്നത്. പൗലോസ് ശ്ലീഹ പ്രസംഗിച്ചു പോയ സ്ഥലത്ത് പിന്നീട് അപ്പോളോസ് തുടർ ശുശ്രൂഷ ചെയ്തു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പിന്നീട് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. നമ്മൾ പറഞ്ഞു അന്ത്യോക്യയിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. അന്ത്യോക്യയിൽ നിന്ന് തുടങ്ങി എഫേസോസിൽ വന്നു. എഫേസോസിൽ അപ്പോളോസും കൂടെ സഹായിക്കുന്നുണ്ട്. അതിനുശേഷം പൗലോസ് വീണ്ടും ഫിലിപ്പി പ്രദേശത്തു കൂടെ പോയി തിരിച്ച് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് ഈ പ്രദേശത്തേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ യാത്ര. 3-ാമത്തെ യാത്ര അവസാനിക്കുന്നത് വചനം നമ്മൾ പറഞ്ഞു 20:38 20:38 നമ്മൾ എഫേസോസിൽ ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒരു വെള്ളിപ്പണിക്കാരുടെ ലഹളയെക്കുറിച്ച് ഈ 3-ാമത്തെ യാത്രയിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു കാര്യം വെള്ളിപ്പണിക്കാരുടെ ലഹളയാണ്. പൗലോസ് ശ്ലീഹ മൂലം ഒരു ലഹള പോലും ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ലഹള, അത് നമ്മൾ കാണുന്നത് 19-ാമത്തെ അധ്യായത്തിൻ്റെ 23 തുടങ്ങിയുള്ള വചനഭാഗത്താണ്. 23 തുടങ്ങി റൈറ്റ് ഓഫ് ദ എഫേഷ്യൻ സിൽവർ സ്മിത്സ്, വെള്ളിപ്പണിക്കാരുടെ ലഹള. എഫേസോസിലാണ് അദ്ദേഹം യാത്ര ചെയ്ത് എഫേസോസിൽ ചെന്നു. എഫേസോസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ സംഭവിച്ചെന്നറിയാവോ? എഫേസോസിൽ അവർക്ക് വലിയൊരു, ഞാൻ എഫേസോസിനെ കാണിക്കുക സമയം കിട്ടുമെങ്കിൽ എഫേസോസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് എഫേസോസൊക്കെ കാണിക്കാം. നമ്മുടെ കയ്യിൽ അതിൻ്റെ പടമൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയി പഠിച്ച സമയത്തെ അന്ന് എടുത്തിരുന്ന പടങ്ങളുമൊക്കെ ഉണ്ട്. എഫേസോസ് എന്ന് പറയുന്നത് സുന്ദരമായിട്ടുള്ള ഒരു നഗരമായിരുന്നു. വലിയ തിയേറ്ററും വലിയ ലൈബ്രറിയും ഒരുപാട് നല്ല വീടുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് കേട്ടോ. 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്തും മനോഹരമായിട്ട് തന്നെ അതൊക്കെ അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു, എന്നാൽ എക്സ്കവേഷനിലൂടെ അതെല്ലാം കണ്ടെത്തി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് വലിയ അമ്പലങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ദേവിയായിരുന്നു അർത്തമീസ്. അർത്തമീസ് എന്ന് പറഞ്ഞൊരു ദേവിയുണ്ട്. ഈ അർത്തമീസ് ദേവിയുടെ ടെമ്പിളിൽ ധാരാളം പേര് പോകുമായിരുന്നു. അങ്ങനെ അവിടേക്ക് പോയപ്പോഴേ പൗലോസ് ശ്ലീഹ അവരോട് പറഞ്ഞു, കൈകൾ കൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളെ അല്ല, കൈകൾ കൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളെ അല്ല. അപ്പൊ എന്നാ പറ്റി? കുറെ ആൾക്കാര് ഈ വിഗ്രഹം മേടിക്കാൻ ചെല്ലാതെയായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവരുടെ ബിസിനസ് പൂട്ടും. അപ്പോൾ ഉടനെ അവരെല്ലാവരും കൂടെ, വെള്ളിപ്പണിക്കാരെല്ലാവരും കൂടെ ആർക്കെതിരെ തിരിഞ്ഞു? പൗലോസിനെതിരെ തിരിഞ്ഞു. അങ്ങനെയാണ് എഫേസോസിലെ വെള്ളിപ്പണിക്കാരുടെ ലഹള ഉണ്ടാകുന്നത്. നമുക്ക് വചനം ഒന്ന് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 19-ാമത്തെ അധ്യായത്തിന്റെ 23 തുടങ്ങി വചനം വായിച്ചു നോക്കാം.
താങ്ക് യു. പൗലോസ് ലിഹ എഫേസോസിൽ ചെന്നപ്പം അവിടുത്തെ ഈ വിഗ്രഹ ആരാധന, ഇതാണ് അർത്തമീസ് ദേവി കേട്ടോ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് അർത്തമീസ് ദേവി. എന്തോ അമ്പലത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട്, അമ്പലമൊക്കെ തകർന്നു പോയി, അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇതാണ് ആ ചിത്രത്തിൽ കാണുന്നതാണ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഒരു മോഡല്. ഈ പ്രതിമ അവിടെ ഉണ്ട്, മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തോടുകൂടെ പൗലോസ് പറഞ്ഞല്ലോ, കൈകൾ കൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളെ അല്ല. അപ്പോഴേക്കും പണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ഇതൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന ചേച്ചിമാർ മേടിക്കാതെ പോയപ്പോഴാണ് വെള്ളിപ്പണിക്കാർക്ക് ഇഷ്ടക്കേടുണ്ടായത്. അപ്പോഴേക്കുമാണ് ഇവരെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതും. പക്ഷെ നഗരാധികാരി മിടുക്കനായിരുന്നത് കൊണ്ട് പറഞ്ഞു, നമുക്ക് നഷ്ടമൊന്നുമില്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ പോകും, അതുകൊണ്ട് അവരെ വിട്ടേക്ക്, നമ്മൾ വീണ്ടും ഒരു കലാപം ഉണ്ടാക്കി എന്നുള്ള പരാതിയൊന്നും വേണ്ട. അങ്ങനെ പൗലോസ് ലിഹായുടെ പേരിലുണ്ടായ ഒരു കലാപത്തിൻ്റെ പേരാണ് വെള്ളിപ്പണിക്കാരുടെ ലഹള എന്നുള്ളത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പൗലോസ് ലിഹ പിന്നീട് അവിടെ നിന്നും മാസിഡോണിയയിലേക്കും അഖായിയ പ്രദേശത്തേക്കും ഒക്കെ പോകും. അഖായിയ എന്ന് പറയുന്ന പ്രദേശം ആഥൻസ് കോറിന്ത് പ്രദേശമാണ് കേട്ടോ. ആ പ്രദേശത്തെ നമ്മൾ അഖായിയ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മലബാർ എന്ന് പറയത്തില്ലേ, മലബാർ പ്രദേശം എന്ന് പറയുന്നത് കുറേ സ്ഥലങ്ങളുണ്ട് അങ്ങോട്ട്, അതുപോലെയാണ് അഖായിയ പ്രദേശം എന്ന് പറയുന്നത്. അങ്ങനെ സ്ഥലങ്ങളിലേക്ക് പോയതായിട്ടാണ്. നമ്മൾ തുടർന്ന് വരുന്ന ബൈബിളുള്ളവരെടുത്ത് നോക്കാവോ, ഗ്രീസിലോട്ട് പോകുന്നു, ത്രോവാസിനോട് വിട, മിലാത്തോസിനോട് വിട, എഫേസോസ് വിടുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 20-ാമത്തെ അധ്യായം വെറുതെ ഒന്ന് നോക്കിയാൽ മതി. അവിടെ നിന്നും ത്രോവാസിലേക്ക് പോകുന്നു. ഞാൻ മുമ്പ് കാണിച്ച മാപ്പ് നിങ്ങളൊന്ന് ഓർത്താലും മതി. അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി അതൊന്ന് കാണിക്കാം. കണ്ടോ, അദ്ദേഹം ഇങ്ങനെ അന്ത്യോക്യയിൽ നിന്നും എഫേസോസിൽ വന്നു, കറങ്ങി ഫിലിപ്പിയിൽ ചെല്ലുന്നതിനെ കുറിച്ച് അങ്ങനെ ഉള്ള യാത്രകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്ക് തിരിച്ച് നമ്മുടെ ഭാഗത്തേക്ക് വരാം. നമ്മളത് അവസാനിക്കുന്നത് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ യാത്ര അവസാനിക്കുന്നത് 20:38 നമുക്ക് അവസാനിപ്പിക്കാം. 20:38 അദ്ദേഹം ഈ യാത്ര അവസാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 20:38 നമുക്ക് 36 തുടങ്ങി വായിക്കാം. ഇത് പറഞ്ഞതിന് ശേഷം അവൻ മുട്ടുകുത്തി മറ്റെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്ത് ഗാഢമായി ചുംബിച്ചു. ഇനിമേൽ അവർ അവൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ദുഃഖിച്ചത്. അനന്തരം അവർ കപ്പലിൻ്റെ അടുത്ത് വരെ അവനെ അനുയാത്ര ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. പൗലോസ് തല മുണ്ടനം ചെയ്തു എന്ന് ഒരിടത്ത് കാണുന്നുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുക, എന്നെ അങ്ങനെയൊക്കെ ചെയ്തെന്ന്. എന്തോ നേർച്ചയുണ്ടായിരുന്നു. അന്നുകൊണ്ട് നേർച്ച. നാസീർ വ്രതം 2 തരത്തിലുള്ളതുണ്ട്. ഒന്ന് പൂർണ്ണമായിട്ടുള്ള നാസീർ വ്രതം, 2 ഭാഗികമായിട്ടുള്ള നാസീർ വ്രതം. അദ്ദേഹം ചെയ്തത് ഭാഗികമായിട്ടുള്ള ഒരു നാസീർ വ്രതമായിരുന്നു കേട്ടോ. എന്നേക്കുമുള്ള നാസീർ വ്രതമുണ്ട്, അല്ലാതെ ടെമ്പററി ആയിട്ട് നിശ്ചിത കാലത്തേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസ് ലിഹായെ സംബന്ധിച്ചിടത്തോളം അത് ഭാഗ്യമാണ്. കാരണം അദ്ദേഹം നിശ്ചിത കാലത്തേക്ക് ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നിശ്ചിത കാലത്തിന് വേണ്ടിയിട്ട് ചെയ്തു എന്നാണ്. ഇനി ഇപ്പം നമ്മൾ വായിച്ച ഭാഗത്തിൻ്റെ അവസാനം, ഇതിന് തൊട്ട് മുന്നിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, അത് പറയാൻ ഞാൻ വിട്ടുപോയി. ഈ 3-ാമത്തെ യാത്രക്കിടയിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് കൂടെ പറയാം. അത് മറ്റൊന്നുമല്ല, 20-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ 7 തുടങ്ങി 12 വരെയുള്ള വചനങ്ങളൊന്ന് വായിച്ചേക്കാം. ഈ 3-ാമത്തെ യാത്രയിൽ നടന്ന ഒരു സംഭവമാണ്.
താങ്ക് യു. പൗലോസിൻ്റെ ഒരു പ്രത്യേകത, ചില വികാരിച്ചമാരെ പോലെ പ്രസംഗം തുടങ്ങിയ പിന്നെ നിർത്തുകയില്ല, അങ്ങ് നീട്ടി പിടിപ്പിച്ചുകൊണ്ടിരിക്കും. പൗലോസ് ലേഹായിക്ക് പിറ്റേ ദിവസം ഒരിടത്ത് പോവേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് ലേഹ അവർക്ക് തലേ ദിവസം രാത്രിയിലത്തെ പ്രസംഗം ഇച്ചിരി നീട്ടിയേക്കാം, പിറ്റേ ദിവസം പറയാനുള്ളതും കൂടെ തലേ ദിവസം പറഞ്ഞു. നിർഭാഗ്യവശാൽ അന്ന് ഒരു കൊച്ചൻ അമ്മയുടെ കൂട്ടത്തിൽ പ്രസംഗം കേൾക്കാൻ വന്നായിരുന്നു. അവന് 10-17 വയസ്സൊക്കെ, 15 വേണ്ട 13 വയസ്സ്. അവൻ പ്രസംഗം കേൾക്കാൻ വന്നു. സാധാരണ 8:30 ആകുമ്പോഴത്തേക്കും പൗലോസ് ലേഖ ആ പ്രസംഗം പറഞ്ഞു കഴിയും. അതിനുശേഷം അവിടെ കഞ്ഞിയും പയറും കൊണ്ട് ആ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്നതായിരുന്നു. അന്നത്തെ ദിവസം പൗലോസ് ലേഖയ്ക്ക് പ്രസംഗം നീട്ടി പറയാനുണ്ടായിരുന്നു. പൗലോസ് ലേഖ പ്രസംഗം നീട്ടി അടിച്ചു വിട്ട് പറഞ്ഞു പോവുക. ഈ പാവം കൊച്ചൻ, അവൻ ജനപ്പടി കയറിയിരിക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, അമ്മയെ കണ്ണുരുട്ടി നോക്കുന്നു, അങ്ങനെയൊക്കെ നോക്കി പാവം അവൻ ഉറക്കത്തിൽ താഴെ പോയെന്ന് നമ്മൾ കാണുന്നുണ്ട്. താഴെ പോയി എന്ത് സംഭവിച്ചു? പാവം പയ്യൻ അവൻ മരിച്ചു. ഉടനെ എല്ലാവരും കൂടെ ബഹളം വെച്ചു. പൗലോസ് ലേഖ താഴെ ഇറങ്ങിച്ചെന്നു, അവന് ജീവൻ കൊടുത്തു. അതാണ് നമ്മൾ പറഞ്ഞല്ലോ, ഈശോ പലർക്കും ജീവൻ കൊടുത്തു. അതുപോലെ തന്നെ പൗലോസ് ലേഖയും ഈശോ മിശിഹായുടെ നാമത്തിൽ ജീവൻ കൊടുക്കുന്നതായിട്ടാണ് സംഭവം. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. പ്രസംഗം നീട്ടി പറഞ്ഞേക്കരുതെന്ന് ഞാൻ സെമിനാരി പഠിപ്പിക്കുമ്പോൾ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പം പള്ളിയിലെ പ്രസംഗം 7 മിനിറ്റ് തുടങ്ങി 8-9 മിനിറ്റൊക്കെ മാക്സിമം മതി. ഞായറാഴ്ച കൂടുതൽ സമയം പറഞ്ഞേക്കരുത്. എനിക്കറിയത്തില്ല അതൊക്കെ പാലിക്കുന്നുണ്ടോയെന്ന്. എന്തായാലും ധ്യാനവും കൺവെൻഷനും ഒക്കെ ആണെങ്കിൽ 1 മണിക്കൂർ അത് കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരുന്നവരാണ്. ഇട ദിവസങ്ങളിൽ അല്ലാതെ പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇതൊരു സംഭവം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഈശോ ജീവൻ കൊടുത്തതുപോലെ ഈശോയുടെ അപ്പസ്തോലന്മാരും അനേകർക്ക് ജീവൻ കൊടുത്തിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പം മുറിക്കല് അവർക്ക് ഈ ശുശ്രൂഷയുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന് 42-ാമത്തെ വചനം എടുക്കാവോ? അപ്പസ്തോല പ്രവർത്തനം 2:42. അപ്പസ്തോല പ്രവർത്തനം 2:42. ആദിമസഭയുടെ സവിശേഷതകൾ 4 അപ്പസ്തോല പ്രവർത്തനം 2:42 പറയുന്നത്. 1, അപ്പസ്തോലന്മാരുടെ പ്രബോധനം, ടീച്ചിങ്, പ്രസംഗം. 2, കൂട്ടായ്മ, അവരുടെ ഒരുമിച്ചുള്ള ഭക്ഷണമാണ്. 3, അപ്പം മുറിക്കൽ, വിശുദ്ധ കുർബാന, പ്രാർത്ഥന, പ്രൈസ് ആൻഡ് വർഷിപ്പ്. 4 കാര്യങ്ങളാണ്. അപ്പം അത് ആ ശുശ്രൂഷ അവർ നിർവഹിക്കുമായിരുന്നു. നമ്മുടെ കുർബാനയുടെ രീതി തന്നെ, അത് ഞാൻ പിന്നീട് പറയും. 1 കൊറിന്തോസിന്റെ ലേഖനം പഠിപ്പിക്കുന്ന സമയത്ത് 11-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയും, വിശുദ്ധ കുർബാനയെക്കുറിച്ച്. എന്തായാലും അങ്ങനെ 2-ാമത്തെ യാത്ര അദ്ദേഹം അവിടെ അവസാനിക്കുകയാണ്. മിലേത്തൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തൻ്റെ ഈ ഫെയർവെൽ സ്പീച്ചിനോടുകൂടെ അദ്ദേഹം 20-ാമത്തെ അധ്യായത്തിൻ്റെ 38-ാമത്തെ വചനത്തിൽ ഈ 3-ാമത്തെ യാത്ര അവസാനിക്കുകയാണ്. അപ്പൊ എത്ര യാത്ര കഴിഞ്ഞു? 1-ാമത്തെ യാത്ര ഏത് അധ്യായം തുടങ്ങി ഏത് അധ്യായം വരെയായിരുന്നു? 13-ാമത്തെ അധ്യായം തുടങ്ങി 14-ാമത്തെ അധ്യായത്തിന്റെ 28 വരെ. 2-ാം യാത്ര 15-ാമത്തെ അധ്യായത്തിന്റെ 22 തുടങ്ങി 22 ആയിരുന്നോ? ആ, 18-ന്റെ 22 വരെ. 3-ാമത്തെ യാത്ര 18-ന്റെ തുടങ്ങി 20-ന്റെ 38 വരെ. കാരണം 3 യാത്രയും കുറിച്ചും ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ യാത്രകൾ ഓരോന്നും ബൈബിൾ എടുത്ത് വെച്ചൊന്ന് വായിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ മതി. അങ്ങനെ പോയി, അടുത്ത സ്ഥലത്തോട്ട് പോയി, അവിടെ നിന്ന് അങ്ങോട്ട് പോയി, അങ്ങനെ പോയി ഇന്ന കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചു. അപ്പോൾ ഓർത്തോണം, നമ്മൾ തുർക്കിയിൽ കൂടെ യാത്ര ചെയ്തു, ഗ്രീസിൽ കൂടെ യാത്ര ചെയ്തു, സിറിയയിൽ കൂടെ യാത്ര ചെയ്തു, സൈപ്രസ് ദ്വീപിൽ പോയി, അങ്ങനെയൊക്കെ ഓർത്തേക്കണം. വീണ്ടും നമുക്ക് പിന്നീട് പൗലോസ് ലേഖയെ കുറിച്ച് കാണുന്നത്, ഈ യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ് ലേഖയുടെ ഒരു ഉടുപ്പെടുത്തിട്ട് ഒരാൾ പുള്ളിയുടെ കാല് കെട്ടുന്നതിനെ കുറിച്ച്.
ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അപ്പസ്തോല പ്രവർത്തനം 21:8-14. അപ്പസ്തോല പ്രവർത്തനം 21:8-14. ഈ യാത്രയൊക്കെ കഴിഞ്ഞ് ജെറുസലേമിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകന്റെ പേര് അഗാബോസ് അല്ലെങ്കിൽ ഹഗാബോസ് എന്നായിരുന്നു. ഈ പ്രവാചകൻ എന്നാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസിന്റെ അടുത്ത് വന്നു. പൗലോസിന്റെ അടുത്ത് വന്നിട്ട് എന്നാ കാണിച്ചു? അദ്ദേഹത്തിന്റെ അരപ്പട്ട എടുത്തു. അരപ്പട്ട എടുത്തിട്ട് പുള്ളി എന്നാ കാണിച്ചു? പുള്ളിക്കാരന്റെ കാലം അങ്ങോട്ട് ബന്ധിച്ചു. എന്നിട്ടൊരു പ്രവചനം നടത്തി. ഈ അരപ്പട്ടയുടെ ഉടമസ്ഥൻ ആരാണോ അയാൾക്ക് ഇതുപോലൊരു ബന്ധനം ഉണ്ടാകും. ഈ പ്രവചനമാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ പിന്നീട് വരുന്ന എല്ലാ അധ്യായങ്ങളിലും നമ്മൾ കാണുന്നത്. പൗലോസ്ലീഹ ബന്ധനസ്ഥനാവുക. 3 യാത്ര കഴിഞ്ഞു. 3 യാത്ര കഴിഞ്ഞപ്പം ഒരു പ്രവചനം നടക്കുന്നുണ്ട്. ഈ പ്രവചനം നടന്നു കഴിഞ്ഞ് നമ്മൾ പിന്നീട് കാണുകയാണ് പൗലോസിനെ ബന്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ 28 തുടങ്ങിയുള്ള വചനഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പൗലോസ്ലീഹായുടെ ബന്ധനമാണ്. അപ്പസ്തോല പ്രവർത്തനം 21-26 തുടങ്ങി, അല്ലെങ്കിൽ 26-27 തുടങ്ങി നമുക്ക് കാണാൻ പറ്റും. 40 വരെ വചനഭാഗത്ത് 3-ാമത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. ജെറുസലേമിലായിരുന്നു. അന്നേരം ആരാ വന്നത്? ഒരു പ്രവാചകൻ വന്നു. പ്രവാചകന്റെ പേര് അഗാബോസ്. അഗാബോസ് എന്ന പ്രവാചകൻ പറഞ്ഞു, ഈ അരപ്പട്ടയുടെ ഉടമസ്ഥൻ ബന്ധനസ്ഥനാകും. ആ പ്രവചനം പൂർത്തിയാകുകയാണ് ഇനി തുടർന്ന് വരുന്ന അധ്യായത്തിൽ. ഞാൻ ആ ബന്ധനകാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. പൗലോസിൻ്റെ അവസാന കാലത്തേക്കുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ പറയും. എന്തായാലും ഈ അറസ്റ്റ് മാത്രം നമുക്കൊന്ന് വായിക്കാം. അറസ്റ്റ് മാത്രം 27 തുടങ്ങി.
അവനെ കൊല്ലുക, അവനെ ക്രൂശിക്കുക. ബന്ധമുണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ, ഈശോയുടേതിനോട് സമാനമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ പാറ്റേൺ തന്നെയാണ് ആർക്കും ഉള്ളത്? പൗലോസ്ലിഹായ്ക്കും ഉള്ളത്. പല കാര്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവനെ കൊല്ലുക, അവനെ കൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം എതിർക്കുകയാണ്. പൗലോസ്ലിഹായുടെ ഈ അറസ്റ്റ് നടക്കുന്നതായിട്ടാണ് 21-ന്റെ 27 തുടങ്ങി 40 വരെയുള്ള വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സഹസ്രാധിപൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഒരു പൗലോസ്ലിഹ. പിന്നീട് മുഴുവൻ വിചാരണയാണ്, വിചാരണകൾ നേരിടുക പൗലോസ്ലിഹ. പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് പൗലോസ്ലിഹായെ കൊണ്ടുപോകുന്നുണ്ട്. ഈ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 22-ാമത്തെ അധ്യായം തുടങ്ങി തുടർന്ന് വരുന്ന ഭാഗത്ത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ തടവറയിലെ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അദ്ദേഹം തടവറയിലായി, 3 യാത്രയും കഴിഞ്ഞു, പ്രവചനവും കഴിഞ്ഞു, തടവറയിലായി. തടവറ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കാനുള്ളൊരു എക്സസൈസാണ് കേട്ടോ. അപ്പസ്തോല പ്രവർത്തനം 21-ന്റെ 27 നമ്മളിപ്പോൾ വായിച്ചു തുടങ്ങിയില്ലേ, അവിടം തുടങ്ങി നമുക്ക് വായിക്കേണ്ട അവസാനം ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28-ന്റെ 31 വരെയാണ്. വരെ സമയം കിട്ടുന്നതനുസരിച്ച് ഇന്ന് ഊണ് കഴിഞ്ഞേച്ചിട്ട് വന്നിരിക്കുന്ന കുറച്ച് സമയത്ത് ആദ്യ ഭാഗത്ത് അത് വായിക്കും കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സമ്മറി ഞാൻ പറയാം. അതിൻ്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. ജെറുസലേമിൽ വെച്ച് പൗലോസ്ലിഹായെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ തടവറയിലോട്ട് കൊണ്ടുപോകുമില്ലേ. തടവറയിലോട്ട് കൊണ്ടുപോയി. തടവറയിൽ കൊണ്ടുപോയ ശേഷം അദ്ദേഹത്തിനെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കോടതിയുടെ മുമ്പാകെ കൊണ്ടുചെല്ലും. അങ്ങനെ കോടതിയുടെ മുമ്പാകെ കൊണ്ടുചെന്ന് കഴിയുമ്പോൾ പൗലോസ്ലിഹായ്ക്ക് പറയാനുള്ളതൊക്കെ പറയണം, വേണ്ടേ? അദ്ദേഹം പറയാനുള്ളതൊക്കെ പറഞ്ഞു. അതിനുശേഷം റോമൻ ഭരണത്തിൻ്റെ ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി. അതുപോലെ തന്നെ ഇവരുടെ യഹൂദരുടെ കോടതി ഏതാ? സാൻഹെദ്രിൻ എന്ന് പറയും. യഹൂദരുടെ കോടതിയുടെ പേരാണ് സാൻഹെദ്രിൻ. യഹൂദ കോടതിയുടെ മുൻപാകെ കൊണ്ടുപോയി. അതിനുശേഷം ഇതിനിടയിൽ പൗലോസ്ലിഹായെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടത്തി. അങ്ങനെ ഗൂഢാലോചന നടത്തി അതിനുശേഷം പൗലോസ്ലിഹ പറഞ്ഞു, എനിക്ക് അപ്പീലിന് പോകണം, ഞാൻ റോമ പൗരനെ, എനിക്ക് അപ്പീലിന് പോകണം. അങ്ങനെ അദ്ദേഹം അപ്പീല് കൊടുത്തു. അപ്പീലിന് പോയി. അങ്ങനെ അദ്ദേഹത്തെ എങ്ങോട്ട് കൊണ്ടുപോകണം? അപ്പീലിന് കൊണ്ടുപോകണമെങ്കിൽ റോമയിലേക്ക് കൊണ്ടുപോകണം. റോമയിലേക്ക് ജെറുസലേമിൽ നിന്ന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണോ? അല്ല, ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹത്തെ കപ്പലിൽ കയറ്റിയിട്ട് ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടു. അങ്ങനെ ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞപ്പം അദ്ദേഹം എത്തപ്പെട്ടൊരു ദ്വീപുണ്ട്. ഏതാണ് ആ ദ്വീപ്? മാൾട്ട. മാൾട്ട ദ്വീപിൽ എത്തപ്പെട്ടു. അവിടെ വെച്ചാണ് പൗലോസിൻ്റെ കയ്യിൽ ആര് ചുറ്റിയത്? അണലിപ്പാമ്പ് ചുറ്റിയത്. എന്തായാലും അവിടെ നിന്ന് അവർ വീണ്ടും റോമയിലേക്ക് യാത്രയായി. റോമയിൽ ചെന്ന് പൗലോസ്ലിഹ വീട്ടുതടങ്കലിലാണ് താമസിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം അവസാനിക്കുന്നത് പൗലോസ്ലിഹായുടെ റോമയിലെ വീട്ടുതടങ്കലിലാണ്. അതിനോടുകൂടിയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ്. അദ്ദേഹം അധ്യായം തുടങ്ങി 21-ാമത്തെ അധ്യായത്തിൻ്റെ 27 തുടങ്ങി 28-ാമത്തെ അധ്യായത്തിൻ്റെ 31 വരെ. അത് ഉച്ചകഴിഞ്ഞ സമയം പോലെ വായിക്കണം കേട്ടോ. അത് നല്ല രസകരമാണ്. അദ്ദേഹം അവിടെ കൊണ്ടുപോകുന്നു, വിചാരണയ്ക്ക് പോകുന്നു, ആ കാര്യങ്ങൾ പറയുന്നു, ഞാനിങ്ങനെ മാനസാന്തരപ്പെട്ടെന്ന് പറയുന്നു. അതിനുശേഷം അവർ പറയുകയാണ്, പല കാര്യങ്ങളും ചോദ്യങ്ങൾ ചോദിക്കുന്നു. പൗലോസ്ലിഹ നല്ല ബുദ്ധിമാനാണ്. അതുകൊണ്ട് സാൻഹെദ്രിൻ്റെ മുൻപിൽ കൊണ്ടുവന്നപ്പം പൗലോസ്ലിഹ തൻ്റെ ബുദ്ധി പ്രയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. യഹൂദ കോടതിയിൽ 2 കൂട്ടരുണ്ട്. ആരൊക്കെയാണ്? സദുക്കായരും ഫരിസേയരും. സദുക്കായർ ഉത്ഥാനം ഇല്ലെന്ന് പറയുന്ന ആൾക്കാരാണ്. ഫരിസേയരോ ഉത്ഥാനം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ്. പൗലോസ്ലിഹായ്ക്ക് മനസ്സിലായി അവിടെ ഇരിക്കുന്നവരിൽ സദുക്കായരും ഫരിസേയരുണ്ട്. അവർ 2 പേരും ഒന്നു ചേർന്ന് ആരെ ആക്രമിക്കുകയാണ്? ഇപ്പോഴേ പൗലോസിനെ ആക്രമിക്കുകയാണ്. പൗലോസ് ഉടനെ പറഞ്ഞു, എൻ്റെ സഹോദരരെ, നിങ്ങൾക്കറിയാവോ
ഞാൻ ഉദ്ധാനമുണ്ടെന്ന് പറഞ്ഞു. ഉദ്ധാനമുണ്ട് എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് എന്നോട് ഇവർ ബഹളം വെക്കുന്നത്. ഉടനെ തന്നെ ആര് പൗലോസ്ലിഹായുടെ കൂട്ടത്തിൽ കൂടും? ഫരിസേയർ പൗലോസ്ലിഹായുടെ കൂട്ടത്തിൽ കൂടും, സദുക്കായർ എതിർക്കും. അതുകൊണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പായി തുടങ്ങി, അടിയായി തുടങ്ങി. പൗലോസിന്റെ ബുദ്ധി ഓർത്ത് നോക്കണേ. ഇത്രയും നേരം രണ്ടുപേരും കൂടെ കൂടിയിട്ട് പൗലോസിന്റെ നേരെ ആക്രമിച്ചുകൊണ്ടിരുന്ന അവർ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമായി. എന്തിനെ സംബന്ധിച്ച്? ഉത്ഥാനത്തെ സംബന്ധിച്ച്. അങ്ങനെ വലിയ തർക്കമൊക്കെ ഉണ്ടായി. നമ്മൾ പിന്നീട് കാണുകയാണ് പൗലോസ്ലീഹ അവസാനം മാൾട്ടായിൽ എത്തുന്നതിനെ കുറിച്ച് നമ്മൾ കാണും. മാൾട്ട എവിടെയാന്ന് മനസ്സിലായോ? ഇതാണ് മാൾട്ട. ഇറ്റലിയുടെ താഴ്ഭാഗത്തായിട്ട് സിസിലി ഉണ്ട്, അതിൻ്റെ താഴെയായിട്ടാണ് മാൾട്ട. ഇവിടേക്ക് നമ്മുടെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് നാട്ടിൽ നിന്ന്, ഇല്ലേ? മാൾട്ടയിലേക്ക് പോകുന്നുണ്ട്. ചെറിയ ദ്വീപ. അതായത് അദ്ദേഹത്തിന് പോരേണ്ടത് നോക്കി ഇവിടുന്ന കേട്ടോ. ഇപ്പോൾ ജെറുസലേമിലാണ്, ഇവിടെ വെച്ച അറസ്റ്റ്. ഇവിടെ നിന്നും യാത്ര ചെയ്ത് ഇങ്ങനെ വന്ന വഴിയിലാണ് കപ്പൽ അപകടത്തിൽ പെട്ടത്. അതുകൊണ്ട് അവർ ഈ ദ്വീപിൽ പെട്ടു. അവിടെ നിന്നും അവർക്ക് പിന്നെ യാത്ര ചെയ്ത് എവിടേക്ക് എത്തണം? ഇവിടെ എത്തണം. ഇവിടെയാണ് വീട്ടുതടങ്കലിൽ. വലിയ യാത്രയാണ്. അങ്ങനെയാണ് അദ്ദേഹം റോമയിൽ എത്തുന്നത്. അതുകൊണ്ട് ഈ 21-ാമത്തെ അധ്യായം തുടങ്ങി ഈ 28 വരെയുള്ളത് ഇവിടം തുടങ്ങി, ഇവിടുത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ യാത്ര ചെയ്ത് ഇവിടെ വരെ. അങ്ങനെ അദ്ദേഹം റോമയിൽ എത്തും. ഇവിടെ റോമയിൽ നമ്മൾ കാണുന്നത് ഈ കയ്യിൽ പാമ്പ് ചുറ്റുന്നതൊക്കെ നമ്മൾ ഈ മാൾട്ടായിൽ വരുമ്പോഴാണ് കാണുന്നത്. ചിത്രത്തിൽ ഞാനൊന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. മാൾട്ടായിലെ ആൾക്കാരെ കുറിച്ച് പറയുന്നത് നല്ല മനുഷ്യരാണ് കേട്ടോ. ഇന്നും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് മാൾട്ടായിക്ക് പോകുന്നത്. അന്ന് അവർ നല്ല മനുഷ്യരായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട് മാൾട്ടാക്കാരെ കുറിച്ച് കുറെ പുകഴ്ത്തി പറയുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ഏറെ രസകരമായിട്ട് പലരെയും അവതരിപ്പിക്കുന്നതാണ്. മാൾട്ടാക്കാരെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു ദ്വീപുണ്ട്, ക്രേത്തെ എന്ന് പറയുന്ന വേറൊരു ദ്വീപുണ്ട്. പൗലോസ്ലീഹ പോകുന്നതാണ്. അവരെക്കുറിച്ചും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊള്ളുകയല്ലെന്ന. ഓരോ സ്ഥലക്കാരെ കുറിച്ചും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്തിന്റെ രീതി അനുസരിച്ചോ അവരുടെ നല്ലത് അത്രയും ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞേക്കാം. 28-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വചനം വായിച്ചേ. 28-2. അസാധാരണമായ കാരുണ്യം. സ്ഥലവാസികള് അസാധാരണമായ കാരുണ്യം കാണിച്ചു. ഇനി വായിച്ചു, തുടർന്ന് വരുന്ന ഭാഗം വായിച്ചു. മാൾട്ടാക്കാരെ കുറിച്ചൊന്ന് കേട്ടേക്കാം. എന്തോ ഞങ്ങളെ അവര് സ്വാഗതം ചെയ്തു. പിന്നെ അതിനുശേഷം പറഞ്ഞു. കണ്ടോ? 2-ാമത്തെ വചനത്തിൽ പറയുന്നു ഞങ്ങളോട് കരുണയും കാണിച്ചു. 2-ാമത്തെ വചനത്തിൽ തന്നെ ഒന്നുകൂടെ പറയുന്നു. 3-ാമത്തെ വചനത്തിൽ ഞങ്ങളെ സ്വാഗതം ചെയ്തു. 7-ാമത്തെ വചനം
അവർ ഞങ്ങളെ സ്വീകരിച്ച് 3 ദിവസത്തേക്ക് ആതിഥ്യം നൽകി. 10-ാമത്തെ വചനം. ഞങ്ങളെ വളരെയേറെ ബഹുമാനിച്ചു. കപ്പൽ യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവരെ കൊണ്ടുവന്നു തന്നു. പോകാൻ നേരത്ത് നല്ല ചോറും പൊതിയൊക്കെ കെട്ടിത്തന്നെന്ന്. അതാണ് മാൾട്ടക്കാരെ കുറിച്ച് പറയുന്നത്. നല്ല മനുഷ്യരായിരുന്നു. എന്തായാലും പിന്നീട് മാൾട്ടയിൽ നിന്നും പൗലോസ്ലീഹ യാത്ര ചെയ്തു. അവര് റോമായിൽ എത്തിച്ചേർന്നു. റോമായിൽ എത്തിച്ചേർന്ന ശേഷം പൗലോസ്ലീഹ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. റോമായിൽ എത്തിച്ചേർന്ന പൗലോസ്ലീഹ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്തത്. റോമായിലെ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 28-ാമത്തെ അധ്യായത്തിൻ്റെ 30-31 വചനങ്ങളിലെ, അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 28-ന്റെ 30-31 അത് 2 വചനങ്ങളൊന്ന് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 28, 30, 31. സ്വന്തം ചെലവിൽ വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം താമസിച്ചു. അവിടെ പൗലോസ്ലീഹ വീട് വാടകയ്ക്കെടുത്ത വീട്ടുതടങ്കലിലായിരുന്നു. ആ വീട്ടുതടങ്കലിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടെ പറയാം. അവിടെ വീട്ടുതടങ്കലിലായിരിക്കുന്നത് സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാടക കൊടുത്ത് വേണം താമസിക്കാൻ. പൗലോസ്ലീഹായ്ക്ക് അവിടെ നിന്നും പുറത്തു പോകാൻ പാടില്ല. മറ്റാൾക്കാർക്ക് പൗലോസ്ലീഹായെ കാണാനും മിണ്ടാനും വരാനും ആ വീട്ടിൽ താമസിക്കാനും ഒക്കെ പറ്റും. പക്ഷെ പൗലോസിന് പുറത്തു പോകാൻ പറ്റത്തില്ല. ഒരു സെക്യൂരിറ്റി അവിടെ ഉണ്ടാകും. പൗലോസ്ലീഹായ്ക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. അതാണ് വീട്ടുതടങ്കലിൻ്റെ പ്രത്യേകത. അങ്ങനെ വീട്ടുതടങ്കലിലായിരുന്നു. പക്ഷേ വീട്ടുതടങ്കലിലാണ് എങ്കിലും പൗലോസ്ലീഹ എന്ത് ചെയ്തു? ആ വചനം പറഞ്ഞു അല്ലേ? പ്രൊക്ലെയിംഡ് ദി കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഒപ്പം ഈശോ മിശിഹായെക്കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ചും ധൈര്യപൂർവം കണ്ടിന്യൂസ് ആയിട്ട് നിർബാധം പഠിപ്പിച്ചു എന്ന്. അങ്ങനെ തടവറയിലായിരിക്കുമ്പോഴും എല്ലാവരോടും ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പൗലോസിനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്തായാലും ആ തടവറയുടെ അവസാന ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പിന്നീട് കാണാൻ പറ്റും. പൗലോസ്ലീഹായുടെ ഈ തടവറവാസത്തിൻ്റെ അവസാനം അദ്ദേഹം മരണം വരിക്കുകയാണ്. തടവറവാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് എവിടെ പറയുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ പറയുന്നില്ല. പൗലോസിൻ്റെ മരണത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നില്ലാത്തത് കൊണ്ട് മറ്റ് ഭാഷ്യങ്ങളിൽ നിന്നും ഞാൻ ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പൗലോസിൻ്റെ മരണമാണ് അടുത്ത നമ്മുടെ വിഷയം. പൗലോസിൻ്റെ ബന്ധനകാലം നിങ്ങൾ വായിച്ചോണം കേട്ടോ. ബന്ധനകാലം അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിക്കണം. പൗലോസിൻ്റെ അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AD 67 AD 67 പൗലോസിൻ്റെ മരണം AD 67 AD 67 പുതിയ നിയമത്തിൽ പരാമർശമൊന്നുമില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൗലോസിൻ്റെ മരണം നടക്കുന്നത് നീറോ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്താണ്. റോമിലെ നീറോ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്താണ്. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയായിരിക്കും. റോമായിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? റോമായിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി. തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞപ്പം ഈ നീറോ ചക്രവർത്തി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്നതെല്ലാം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല. വീണ വായിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് റോമ നഗരം കത്തിയെരിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹം ഒന്നും ചെയ്തില്ല. അപ്പോഴേക്കും എല്ലാവരും വലിയ കുറ്റപ്പെടുത്തലുകൾ നടത്തി. ഈ ചക്രവർത്തി ഒന്നും ചെയ്യുന്നില്ല. ഉടനെ തന്നെ പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഒരാശയം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനികളാണ് ഈ തീപിടുത്തത്തിന് കാരണക്കാര്, അതുകൊണ്ട് അവരെ എല്ലാവരെയും ശിക്ഷിക്കണം. അങ്ങനെ ക്രിസ്ത്യാനികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് മതമർദ്ദനത്തിൻ്റെ ഒരു കാലഘട്ടം അവിടെ വന്നു ചേർന്നു. അങ്ങനെ ക്രിസ്ത്യാനികളെ എല്ലാം പിടിച്ചു കെട്ടുകയും അവരെ മർദ്ദിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടം റോമിലുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള മതമർദ്ദനത്തിൻ്റെ കാലത്തിലാണ് പൗലോസ്ലീഹായും ഒപ്പം പത്രോസ്ലീഹായും മരണപ്പെടുന്നത്. അങ്ങനെ റോമിലെ AD 67 പൗലോസ്ലീഹ മരണപ്പെടുകയാണ്. അദ്ദേഹം എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിരസ് ഛേദിക്കപ്പെട്ടാണ് മരിച്ചത്. കേട്ടിട്ടുണ്ടാവുമല്ലോ. ശിരസ് ഛേദിച്ചു. കാരണം അദ്ദേഹം ഒരു റോമൻ സിറ്റിസൺ ആയതുകൊണ്ട് അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കാൻ പറ്റത്തില്ല. റോമൻ സിറ്റിസൺ ആയതുകൊണ്ട് ശിരച്ഛേദമാണ് അദ്ദേഹത്തിനുള്ള ശിക്ഷ. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. കഴുത്ത് വെട്ടി കഴിഞ്ഞപ്പം ഈ കഴുത്ത് 3 പ്രാവശ്യം ഉരുണ്ടു എന്ന് കേട്ടിട്ടുണ്ടോ? പൗലോസ്ലീഹ ഒരു പാരമ്പര്യം ഇങ്ങനെയാണ്. ഈ ശിരസ് ഛേദിച്ച് കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹായുടെ കഴുത്ത് 3 പ്രാവശ്യം ഉരുണ്ടു.
ആ ഉരുണ്ട സ്ഥലം, അവിടെ 3 ഉറവകളുണ്ടായി. 3 ഉറവകളുണ്ടായി. ആ 3 ഉറവകൾ അവിടെ ഏറെ കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഉറവകൾക്ക് മീതെ ഒരു പള്ളി പണിതു. ഇതാണ് ആ പള്ളി. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ പള്ളിയാണിത്. അങ്ങനെ ആ പള്ളിയുടെ അകവശം ഇതാണ്. ആ പള്ളിയുടെ അകവശത്ത് ഇതാണ് ആ ഫൗണ്ടൻ. 3 ഉറവകളുണ്ട് എന്ന് പറയുന്നത്. അവിടെയാണ് പൗലോസ്ലീഹായുടെ ശിരച്ഛേദം നടത്തിയ സ്ഥലം. പൗലോസ്ലീഹായെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. ഇവിടെയാണ് പൗലോസ്ലീഹായുടെ സെന്റ് പോൾസ് ബസിലിക്ക, റോമിലെ സെന്റ് പോൾസ് ബസിലിക്കയിലാണ് പൗലോസ്ലീഹായെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇതാണ് പൗലോസ്ലീഹായുടെ കബറിടം. AD 67 നീറോ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് റോമിൽ വെച്ച് പൗലോസ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചു. ശിരസ് ഛേദിക്കപ്പെട്ടാണ് അദ്ദേഹം മരിച്ചത്. ശിരസ് ഛേദിക്കപ്പെട്ടപ്പോൾ തല 3 പ്രാവശ്യം ഉരുണ്ടു എന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം അനുസരിച്ച് അവിടെ ഉറവ ഉണ്ടുതാനും. അതിന്മേൽ ഒരു പള്ളി പിന്നീട് പണിയപ്പെട്ടു. ആ പള്ളിയുടെ പേരാണ് സാൻ പൗലോ അല്ലെ ത്രീ ഫൊന്താനെ, സെന്റ് പോൾ അറ്റ് 3 ഫൗണ്ടൻസ്. പൗലോസ്ലീഹായുടെ 3 ഉറവകൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടക്കം നടത്തിയത് ഈ സ്ഥലത്താണ്. അതിന് മീതെയാണ് പിന്നീട് പള്ളി പണിതത്. അതുകൊണ്ട് ആ പള്ളിയുടെ പേര് സെന്റ് പോൾസ് ബസിലിക്ക, പൗലോസ്ലീഹായുടെ ബസിലിക്ക എന്നാണ് അതിൻ്റെ പേര്. റോമിലെ 4 ബസിലിക്കകളാണ് ഉള്ളത്. അതിലെ ഏറ്റവും 4 പ്രധാനപ്പെട്ടതാണ്. പൗലോസിൻ്റെ പേരിലാണ് ഒരു ബസിലിക്ക അറിയപ്പെടുന്നത്. അതാണ് പൗലോസിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും 1 മണിയായപ്പോഴേക്കും ഒന്ന് മരിപ്പിച്ചെടുത്ത്. ബന്ധനകാലമല്ല, നിങ്ങളെ വായിക്കാൻ ഏൽപ്പിച്ചതുകൊണ്ടാണ്. അത് എല്ലാവരും ഉച്ച കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ വരുമ്പം എപ്പോഴാണ് 2 മണിക്ക് എപ്പോഴാണ് വരുന്നത്? 2, 2:15 എങ്ങനെയാണ്? എന്തോ 2:30 സാധാരണ എപ്പോഴാണ് വരുന്നത്? അതനുസരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് റെസ്റ്റൊക്കെ എടുത്തിട്ട്. എന്തോ 2:30. അങ്ങനെ ഇനിയിപ്പോൾ 2:15 വരികയാണെങ്കിൽ നിങ്ങൾ വായിച്ചിരുന്നു, ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വായിക്കാനായിട്ട് അസൈൻമെൻ്റ് ഉണ്ടല്ലോ. നീ ഊണൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച്. എന്തോ എഴുതി തരാന്ന് ആണല്ലേ? ഓ, അത് ശരി. അസൈൻമെന്റ് എന്താ അസൈൻമെന്റ്? ഓക്കെ, ഇന്ന് തന്നെ എഴുതിക്കോ നിങ്ങൾ. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യമില്ലേ, പൗലോസ്ലീഹായെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇപ്പം പറഞ്ഞ മനസ്സിലായ കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വെച്ചാൽ മതി. എല്ലാം എഴുതണമെന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് തോന്നിയ ഇഷ്ടം തോന്നിയ കാര്യങ്ങൾ പൗലോസ്ലീഹായെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വലിയ സെൻറ്റൻസ് ആയിട്ട് എഴുതണമെന്നില്ല. ചുമ്മാ വരയും കുറിയൊക്കെ ആയിട്ട് കുത്തോ കോമയോ ഒക്കെ ഇട്ടോ, അല്ലെങ്കിൽ ഒരു വര വരച്ചോ ഒരു കോളം വരച്ചോ വട്ടം ഇട്ടോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാം. പറ്റുന്ന പോലെ. ഞാൻ പറഞ്ഞു ഒരുപാടൊന്നും എഴുതുകയല്ല, നിങ്ങൾക്ക് പഠിച്ചു മനസ്സിലായി ഇഷ്ടം തോന്നി എഴുതണം. അയ്യോ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി അങ്ങനെയൊന്നും ആരും എഴുതിയേക്കില്ല. ഇഷ്ടം തോന്നി മനസ്സിലായ കാര്യങ്ങൾ ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ എഴുതിക്കോ. 2:30 2:45 നിങ്ങൾ എഴുതിക്കോ. അതിനുശേഷം ഇത് വായിച്ചാൽ മതി. പിന്നീട് വീട്ടിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ സമയമൊക്കെ ഉണ്ടല്ലോ. പിന്നെ 4 മണിക്കാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. പിന്നെ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങൾ ഉചിതം പോലെ ചെയ്തു. ഞാൻ 2:30 കഴിയുമ്പോഴത്തോളം വന്നോളാം. അപ്പം നമുക്ക് പിരിയാം.